EIGRP സ്റ്റാർട്ട് ചെയ്തിട്ടില്ലല്ലോ, ജസ്റ്റ് ODR സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞ ദിവസം. അതെ അതെ ODR തീർന്നു. EIGRP ഓക്കെ. ഇപ്പോ EIGRP പറയുന്ന പ്രോട്ടോകോളിനെ കുറിച്ച് പറയുന്നതിന് മുമ്പ് നമുക്കൊന്ന് രണ്ടാൾക്കാർ ഒന്ന് പരിചയപ്പെടാറുണ്ട്. ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള ആളാണ് ഒരാൾ, എന്നിരുന്നാലും ജസ്റ്റ് കമ്പയർ ചെയ്ത് പറയാൻ വേണ്ടി പറയുന്നതാണ്. നമുക്ക് പണ്ടത്തെ കുറച്ച് നാൾ മുമ്പൊക്കെ റിപ്പ് എന്ന് പറയുന്ന പ്രോട്ടോകോളും മാർക്കറ്റിൽ അവൈലബിൾ ആയിരുന്നു. റൗട്ടിംഗ് ഇൻഫർമേഷൻ പ്രോട്ടോകോൾ പറയുന്ന ഒരു പ്രോട്ടോകോൾ നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആയിരുന്നു. അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയുന്നില്ല, ജസ്റ്റ് അതിന്റെ ഒരു ഡ്രോബാക്ക് ഞാൻ പറയാം. എവറി 30 സെക്കൻഡ്സ് കൂടുമ്പോൾ റിപ്പ് എന്ന് പറയുന്ന പ്രോട്ടോകോൾ നൈബേഴ്സിലോട്ട് എന്ത് അയച്ചുകൊണ്ടിരിക്കും? അപ്ഡേറ്റുകൾ അയച്ചുകൊണ്ടിരിക്കും. നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കൂ. എന്റെ പേര് ധനേഷാണ്, എന്റെ വീട് പാലക്കാടാണ് പറയുന്നു. അടുത്ത 30 സെക്കൻഡ്സ് കഴിയുമ്പോൾ ഞാൻ പിന്നെയും പറയുവാണ്. നിങ്ങൾക്ക് വൺസ് പറഞ്ഞപ്പോൾ നിങ്ങളുടെ മെമ്മറി സ്റ്റോർ ആയിട്ടില്ലേ എന്ന് പറയുന്ന പോലെ നമ്മുടെ റൗട്ടേഴ്സിനും എന്തുണ്ട്? വൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെമ്മറൈസ് ചെയ്യാനുള്ള കേപ്പബിലിറ്റി ഉണ്ട്. പിന്നെയും എന്തിന്റെ ആവശ്യമില്ല, പറയേണ്ട ആവശ്യമില്ല. എന്നാൽ റിപ്പ് അതൊന്നും നോക്കൂല. റിപ്പ് എന്ത് ചെയ്യും? എവറി 30 സെക്കൻഡ്സ് കൂടുമ്പോൾ പുള്ളിക്കാരൻ കയ്യിലിരിക്കുന്ന എല്ലാ അപ്ഡേറ്റും അങ്ങോട്ട് അയച്ചു കൊടുക്കും, നൈബറിലോട്ട് അയച്ചുകൊണ്ടേ. അങ്ങനെ വലിയൊരു ഡ്രോബാക്ക് പുള്ളിക്കാരൻ ഉണ്ടായിരുന്നു. പിന്നെ നല്ലൊരു വശം എന്ന് പറയാൻ, ദൂരം അളന്നുകൊണ്ട് ഷോർട്ടസ്റ്റ് വേയിലൂടെ നമ്മൾ എവിടെ എത്തിക്കും? ഡെസ്റ്റിനേഷനിലോട്ട് എത്തിക്കും. അതിന് വിളിക്കുന്ന പേരാണ് ഡിസ്റ്റൻസ് വെക്ടർ. ഡിസ്റ്റൻസ് മീൻസ് ദ മാക്സിമം ഡിസ്റ്റൻസ് ബിറ്റ്വീൻ സോഴ്സ് ടു ഡെസ്റ്റിനേഷൻ. വെക്ടർ മീൻസ് ഡയറക്ഷൻ. ദൂരം അളന്നുകൊണ്ട് നമ്മളെ ഷോർട്ടസ്റ്റ് വേയിലൂടെ ട്രാവൽ ചെയ്യാനുള്ള കഴിവ് ആർക്കുണ്ടായിരുന്നു? റിപ്പ് എന്ന് പറയുന്ന പ്രോട്ടോകോൾ ഉണ്ടായിരുന്നു. ആ ഫ്യൂച്ചറെ വിളിക്കുന്ന പേരാണ് ഡിസ്റ്റൻസ് വെക്ടർ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ റിപ്പിന്റെ വലിയ ഡ്രോബാക്ക് എന്തായിരുന്നു? എവരി 30 സെക്കൻഡ്സ് കൂടുമ്പോൾ നൈബർഹുഡ് അപ്ഡേറ്റ് സെൻഡ് ചെയ്യാന്നുള്ളത്. അതിനുള്ള സൊല്യൂഷൻ ആണ് ലിങ്ക് സ്റ്റേറ്റ് എന്ന് പറയുന്നത്. ലിങ്ക് സ്റ്റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ മാർക്കറ്റിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഫേംസ് യൂസ് ചെയ്യുന്ന ഒരു റൗട്ടിംഗ് പ്രോട്ടോകോൾ ആണ് OSPF, ഓപ്പൺ ഷോർട്ടസ്റ്റ് പാത്ത് ഫസ്റ്റ് എന്ന് പറയുന്ന പ്രോട്ടോകോൾ. ഈ പ്രോട്ടോകോളിന്റെ പ്രത്യേകത പറഞ്ഞു കഴിഞ്ഞാൽ എന്തേലും ചേഞ്ചസ് വന്നാൽ മാത്രമേ നൈബറിലോട്ട് എന്ത് സെൻഡ് ചെയ്യൂ? അപ്ഡേറ്റുകൾ സെൻഡ് ചെയ്യുകയുള്ളൂ. പറഞ്ഞ പോയിന്റ് മനസ്സിലായോ? അതെങ്ങനെയാണെന്നുള്ള കാര്യം വിശദമായി പറഞ്ഞുതരാം. പറഞ്ഞിരിക്കുക, OSPF പറയുന്ന പ്രോട്ടോകോൾ എന്തിനെ ബേസ് ചെയ്തിട്ട് വർക്ക് ചെയ്യുന്നത്? ലിങ്ക് സ്റ്റേറ്റിനെ ബേസ് ചെയ്തിട്ടാണ് വർക്ക് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ എന്ത് സംഭവിക്കുമ്പോൾ ചേഞ്ചസ് വരുമ്പോൾ മാത്രമേ നൈബറിലോട്ട് അപ്ഡേറ്റ് സെൻഡ് ചെയ്യുള്ളൂ. അത് നല്ലൊരു കാര്യമല്ലേ? ആദ്യം എല്ലാം അപ്ഡേറ്റ് അയക്കും, പിന്നീട് എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ നൈബറെ ഡിസ്റ്റർബ് ചെയ്യുള്ളൂ. ഇങ്ങനെ മാറ്റം വന്നിട്ടുണ്ട് പറഞ്ഞിട്ട്. അല്ലാതെ റിപ്പ് ചെയ്യുന്ന പോലെ എവരി 30 സെക്കൻഡ്സ് കൂടുമ്പോൾ എന്ത് ചെയ്യില്ല? അപ്ഡേറ്റുകൾ സെൻഡ് ചെയ്യില്ല. ഇനി നമുക്ക് തിരിച്ചു വരാം. അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് ഏത് പ്രോട്ടോകോളിനെ കുറിച്ചാണ്? EIGRP, എൻഹാൻസ്ഡ് ഇന്റീരിയർ ഗേറ്റ്വേ റൗട്ടിംഗ് പ്രോട്ടോകോൾ. സിസ്കോയ്ക്ക് ഒരു ആഗ്രഹം തോന്നി. നിങ്ങൾക്കറിയാം സിസ്കോ ഇന്റർനാഷണലി എന്താണ്? നമ്പർ 1 ആണ് അല്ലെ? ഇന്റർനാഷണലി എന്താണ്? നമ്പർ 1 ആണ്. അവരുടെ ഡിവൈസസ് ആണ് മോസ്റ്റ്ലി സെൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവരുടെ കോഴ്സസ് ആണ് എല്ലാവരും ഫോളോ ചെയ്യുന്നത് അല്ലെ? എന്തുകൊണ്ടാണ്? അവരെല്ലാം കൊണ്ട് നമ്പർ 1 ആയതുകൊണ്ട് തന്നെയാണ്. ടെക്നോളജി ബേസ്ഡ് ആണ്, എന്ത് ബേസ്ഡ് ആണ്. അപ്പൊ അവർക്ക് ഒരു ആഗ്രഹം തോന്നി, നമ്മുടെ ഡിവൈസസ്, സിസ്കോ ഡിവൈസസ് അതിനകത്തെല്ലാം യൂസ് ചെയ്യുന്നത്, മോസ്റ്റ്ലി യൂസ് ചെയ്യുന്ന പ്രോട്ടോകോൾ ഏതൊക്കെയായിരുന്നു? റിപ്പ്, OSPF അങ്ങനെ വരുന്ന പ്രോട്ടോകോൾസ് ഒക്കെ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ അവർക്ക് സ്വന്തമായിട്ട് ഒരു പ്രോട്ടോകോൾ ഉണ്ടായാൽ എന്താ കുഴപ്പം? സ്വാഭാവികം അല്ലെ? കുറച്ച് കാശൊക്കെ കയ്യിൽ വന്നാലും പലതും തോന്നുന്നു പറഞ്ഞ പോലെ നമ്മുടെ സിസ്കോ ടീമിനും ഒരു ആഗ്രഹം തോന്നി, നമ്മുടെ സ്വന്തമായിട്ടുള്ള ഒരു റൗട്ടിംഗ് പ്രോട്ടോകോൾ നമുക്ക് ബിൽഡ് ചെയ്യണമല്ലോ. അങ്ങനെ നമ്മുടെ ഡോക്ടർ സയന്റിസ്റ്റ് ആയിട്ടുള്ള JJ ഗാർഷ്യ, ഓക്കെ, എല്ലാ രീതിയിലും വമ്പനായിട്ടുള്ള ഒരാളാണ്, ഓക്കെ, ഡെവലപ്പറാണ്, അങ്ങനെ എല്ലാം ഉണ്ട്. അപ്പൊ അങ്ങനെ JJ ഗാർഷ്യ ആര് പോയി കണ്ടു? നമ്മുടെ സിസ്കോ ടീം പോയി കണ്ടു, ആവശ്യം ഉന്നയിച്ചു. ഒന്നും പറയണ്ട, JJ ഗാർഷ്യ മാസ്റ്ററെ, ഞങ്ങൾക്ക് എന്ത് വേണം? മാർക്കറ്റിൽ ഉള്ളതിൽ സൂപ്പർ അല്ലെ, ഒരു രക്ഷയില്ലാത്ത കിടുക്കാച്ചി റൗട്ടിംഗ് പ്രോട്ടോകോൾ ഞങ്ങൾക്ക് വേണം, പൈസ ഒന്നും ഒരു പ്രശ്നമല്ല. അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവും, മേ ബി, ഞാൻ തമാശ പറയുന്നതാണ്, പറഞ്ഞു കാണും. അപ്പോൾ JJ ഗാർഷ്യ ഒന്നും നോക്കിയില്ല, മാർക്കറ്റിലോട്ട് ചാടി ഇറങ്ങി, നമ്മുടെ ചന്തലോട്ടല്ല നെറ്റ്വർക്കിംഗ് ഫീൽഡിലോട്ട് ചാടി ഇറങ്ങി. എന്നിട്ട് പുള്ളിക്കാരൻ കുറച്ച് പഠനമൊക്കെ നടത്തി. അങ്ങനെ റിപ്പിനെ കുറിച്ച് പഠിക്കുന്ന സമയത്ത് മോശം എല്ലാ രീതിയിലും കാര്യങ്ങളൊക്കെ മോശമാണ്. ആകെ നല്ലൊരു കാര്യം എന്താ കണ്ടേ?
ഡിസ്റ്റൻസ് വെക്ടർ, ദൂരം അളന്നുകൊണ്ട് നൈബറിലോട്ട് അപ്ഡേറ്റ് സെൻഡ് ചെയ്യാനുള്ള കഴിവ് ആർക്കുണ്ട്? റിപ്പിനുണ്ടായിരുന്നു. അതിനുവേണ്ടി റിപ്പ് ഫോളോ ചെയ്ത് എന്തായിരുന്നു? ഡിസ്റ്റൻസ് വെക്ടർ എന്ന് പറയുന്ന ഒരു മെക്കാനിസം ആണ് ഫോളോ ചെയ്തത്. അതിലൊരു കണ്ണ് ആര് വെച്ചു? നമ്മുടെ ജെ ഗാർസിയ അതിലൊരു കണ്ണ്. അങ്ങനെ മോസ്റ്റ്ലി യൂസ്ഡ് ഇൻ ദ വേൾഡ് എന്ന് പറയുന്ന OSP പറയുന്ന പ്രോട്ടോകോൾ കുറിച്ച് പഠിച്ചു. നല്ല നല്ല കാര്യങ്ങളൊക്കെയാണ്. അതിനകത്ത് ഏറ്റവും കൂടുതൽ പുള്ളിക്കാരൻ ഇഷ്ടപ്പെട്ട കാര്യം എന്താണ്? ചേഞ്ചസ് വരുമ്പോൾ മാത്രം നൈബറിലോട്ട് അപ്ഡേറ്റ് സെൻഡ് ചെയ്യുന്നു. ലിങ്ക് സ്റ്റേറ്റ് പറയുന്ന ഫീച്ചർ ആര് ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു? OSP ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പൊ പിന്നെ വേറെ ഒന്നും നോക്കിയില്ല, കുറച്ച് അഡീഷണൽ ആയിട്ടുള്ള കുറെ കാര്യങ്ങളൊക്കെ ആഡ് ചെയ്ത് പുള്ളിക്കാരുണ്ട്. ഹൈബ്രിഡ് പ്രോട്ടോകോൾ ആയിട്ട് ആര് റിലീസ് ചെയ്തു? നമ്മുടെ എൻഹാൻസ്ഡ് ഇന്ത്യ ഗേറ്റ്വേ റൗട്ടിംഗ് പ്രോട്ടോകോളിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തു. 255 റൗട്ടേഴ്സ് വരെ സപ്പോർട്ട് ചെയ്യും. 100 ആണെങ്കിൽ ഒരു രക്ഷയില്ല, കിട്ടിക്കാച്ചി സ്പീഡായിരിക്കും എന്നാ പറയുന്നത്. മനസ്സിലായി? 255 റൗട്ടേഴ്സ് വരെ ഉൾക്കൊള്ളിക്കാനുള്ള കഴിവ് EHRP ഉണ്ട്. 100 ആണെങ്കിൽ ഒരു രക്ഷയില്ല, ഹൈ സ്പീഡ് ആയിരിക്കും എന്നാ പറയുന്നത്. ഓക്കെ. അതുപോലെ തന്നെ ജെ ഗാർസിയ ഈ പ്രോട്ടോകോൾ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്ത അൽഗോരിതത്തിന്റെ പേരാണ് ഡ്യുവൽ അൽഗോരിതം. ഡിഫ്യൂസിംഗ് അപ്ഡേറ്റ് അൽഗോരിതം ആണ് ആര് യൂസ് ചെയ്തത്? ജെ ഗാർസിയ EHRP പറയുന്ന പ്രോട്ടോകോൾ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. ഒരു രക്ഷയില്ല, ഒരു രക്ഷയില്ല. എല്ലാ ഫീച്ചേഴ്സും, ഇതൊന്നും ഇപ്പൊ നിങ്ങൾക്ക് പറഞ്ഞറിയില്ല, പഠിക്കാൻ പോകുന്ന കാര്യങ്ങളാണ്. ഇത് ഓതന്റിക്കേഷൻ മൾട്ടി പ്രോട്ടോകോൾ എന്ന് പറയുന്ന പോലെ എല്ലാ തരത്തിലുള്ള ഫീച്ചേഴ്സും മറ്റുള്ള പ്രോട്ടോകോൾ സപ്പോർട്ട് ചെയ്ത് അടക്കം എവിടെ സപ്പോർട്ട് ചെയ്യും? നമ്മുടെ EHRP സപ്പോർട്ട് ചെയ്യും. അങ്ങനെ ഓൾ ഇൻ വൺ ആയിട്ടുള്ള ഒരു പ്രോട്ടോകോൾ ആയിട്ടാണ് ആര് റിലീസ് ചെയ്തിരിക്കുന്നത്? സിസ്കോയ്ക്ക് വേണ്ടിയിട്ട് ജെ ഗാർസിയ ഡെവലപ്പ് ചെയ്തത്. പക്ഷേ സിസ്കോ ഒരു പ്രോട്ടോകോൾ ഇറക്കുന്നുണ്ടെങ്കിൽ സിസ്കോയുടെ കണ്ണു മുഴുവൻ എവിടെയാ? ബിസിനസ് അല്ലെ? സിസ്കോയുടെ ഡിവൈസസ് തന്നെ അവർ ഇറക്കുന്നു, അതിന്റെ കോഴ്സസ് അവർ തന്നെ പ്രൊവൈഡ് ചെയ്യുന്നു, അതിന്റെ എക്സാമിനേഷൻ അവർ തന്നെ ചെയ്യുന്നു. അതും വൻ തുക, മറ്റുള്ള എക്സാമിനേഷനേക്കാൾ എല്ലാത്തിനേക്കാൾ കൂടുതൽ റേറ്റ് ആണ് നമ്മുടെ സിസ്കോയുടെ എല്ലാ എക്സാംസിനും ഡിവൈസസിനും എല്ലാം. അവരുടെ പക്ക ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിസിനസ് തന്നെയാണ്, അല്ലാതെ നമ്മളെ നന്നാക്കിയിട്ട് കാര്യമൊന്നുമില്ലല്ലോ. ഓക്കെ. അപ്പൊ സിസ്കോ പ്രൊപ്പറേറ്ററി പ്രോട്ടോകോൾ ആയിട്ടാണ് ആര് റിലീസ് ചെയ്തത്? ഇവിടെ EHRP റിലീസ് ചെയ്തത്. എന്ന് വെച്ചാൽ എന്താ മീനിങ്? സിസ്കോ ഡിവൈസിനകത്ത് മാത്രമേ ഇത് റൺ ചെയ്യുള്ളൂ. വേറെ ഡിവൈസസിനകത്തൊന്നും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കില്ല. EHRP പറയുന്ന പ്രോട്ടോകോൾ നിങ്ങൾക്ക് റൺ ചെയ്യാൻ സാധിക്കില്ല. സിസ്കോയുടെ കണ്ണ് എവിടെയാണ്? ഞാൻ പറഞ്ഞ പോലെ ബിസിനസ് ആണ്. ഹൈ പെർഫോമൻസ് ഉള്ള ഒരു പ്രോട്ടോകോൾ റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ ജനങ്ങളും എങ്ങോട്ട് കോൺസെൻട്രേറ്റ് ചെയ്യും? ആ ഒരു നല്ലൊരു പ്രോട്ടോകോളിനെ കോൺസെൻട്രേറ്റ് ചെയ്യും. പക്ഷെ നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഈ ലോകത്തിൽ എല്ലാവരും നിങ്ങൾ ഐഫോൺ യൂസ് ചെയ്താൽ മാത്രം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാൻ പറ്റുള്ളൂ പറഞ്ഞു കഴിഞ്ഞാൽ എത്ര പേർക്ക് യൂസ് ചെയ്യാൻ സാധിക്കും? എല്ലാവർക്കും സാധിക്കുമോ? മിക്ക ആൾക്കാരും മിഡിൽ ക്ലാസ് ആയിരിക്കും അല്ലെ? ഇപ്പൊ അങ്ങനെയൊന്നും ഇല്ല, EMI ആണെങ്കിലും എല്ലാവരും വാങ്ങാറുണ്ട്. ഓക്കെ. പക്ഷെ ഒന്ന് ആലോചിച്ച് നോക്കുക, എല്ലാവർക്കും ഐഫോൺ ഉണ്ടെങ്കിൽ സംസാരിക്കാൻ പറ്റുള്ളൂ പറഞ്ഞു കഴിഞ്ഞാൽ ഐഫോൺ സക്സസ് ആവുമോ? ഐഫോൺ ആരും വാങ്ങും? ഐഫോൺ ടു ഐഫോൺ മാത്രം വിളിക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? 8 നിലയിൽ പൊട്ടൂലേ എന്ന് പറയുന്ന പോലെ EHRP പറയുന്ന പ്രോട്ടോകോൾ സിസ്കോ ഡിവൈസിനെ തന്നെ വർക്ക് ചെയ്യുള്ളൂ എന്നൊരു കണ്ടീഷൻ കൊണ്ടുവന്നപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, കറന്റ് റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന ഫേംസിനകത്തെല്ലാം എല്ലാം സിസ്കോ ഡിവൈസ് ആയിരിക്കും. ഈ ഒരു പ്രോട്ടോകോളിന് വേണ്ടിയിട്ട് എല്ലാവരും സിസ്കോ ഡിവൈസ് ആക്കി മാറ്റും. ലക്ഷങ്ങളും കോടികളും വെച്ച് വാങ്ങിച്ചു വെച്ചിരിക്കുന്ന സാധനങ്ങളാണ് റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവർക്ക് പക്ക ബിസിനസ് ആയിരിക്കാം, പക്ഷേ ഒരു ഫേമിനകത്ത് എല്ലാ ഡിവൈസും സിസ്കോ ആക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്താണ്? ബുദ്ധിമുട്ടുള്ള കേസാണ്. അതുകൊണ്ട് തന്നെ എന്റെ ഒരു കാഴ്ചപ്പാടിൽ അതുകൊണ്ട് തന്നെ അധികം സക്സസ് ആവാൻ ആർക്ക് കഴിഞ്ഞില്ല? EHRP പറയുന്ന പ്രോട്ടോകോളിന് കഴിഞ്ഞില്ല. വർഷങ്ങളോളം അവർ പ്രൊപ്പറേറ്ററി പ്രോട്ടോകോൾ തന്നെ യൂസ് ചെയ്തു. ആൾക്കാർ തീരെ യൂസ് ചെയ്യാതെയായി. വളരെ റയർ ആയിട്ട് ഞാൻ പലപ്പോഴും സപ്പോർട്ട് കൊടുക്കാറുണ്ട് പല ആൾക്കാർക്കും. ഇതുവരെ ഒരു 1% 2% അല്ലാണ്ട് ഞാൻ ഇതിന് കൂടുതൽ ആരും കണ്ടിട്ടില്ല. EHRP പറയുന്ന പ്രോട്ടോകോൾ കണ്ടിട്ടില്ല. പിന്നെ എന്തിനാ സാറേ ഞങ്ങളെ പഠിപ്പിക്കുന്നത്? നിങ്ങൾ സിസ്കോയുടെ കോഴ്സ് പഠിക്കുന്നത്, എക്സാമിനേഷൻ നിന്ന് 1-2 ക്വസ്റ്റ്യൻസ് എന്തായാലും ഉണ്ടാവും. അപ്പൊ നമുക്ക് ജസ്റ്റ് പഠിച്ചു പോവാം. ബട്ട് നമ്മൾ OSP പറയുന്ന പ്രോട്ടോകോൾ ആയിരിക്കും നമ്മൾ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. ബിക്കോസ് ഈ ഒരു സാധനം യൂസ് ചെയ്തിട്ടാണ് കൂടുതലും എന്ത് ചെയ്യുന്നത്? എല്ലാ കാര്യങ്ങളും ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് OSP പറയുന്ന പ്രോട്ടോകോൾ യൂസ് ചെയ്തിട്ട്. ഒരു ഐഡിയ കിട്ടിയല്ലോ. ഇതാണ് നമ്മുടെ EHRP പറയുന്ന പ്രോട്ടോകോൾ ഒരു ഹിസ്റ്ററി എന്ന് പറയുന്നത്. ക്ലിയർ? ഇനി നമുക്ക് EHRP അകത്ത് വരുന്ന കാര്യങ്ങളെ കുറിച്ച് ഒന്നും കൂടെ ഡെപ്തായി നോക്കാം. അപ്പോൾ ഇവിടെ അടുത്ത പോയിന്റ് എന്താണ്? AS മീൻസ് ഓട്ടോണമസ് സിസ്റ്റം നമ്പർ. 10255 റൗട്ടേഴ്സ് നിങ്ങൾ എന്താണ് ആലോചിച്ച് നോക്കുക. എന്റെ ഒരു ക്ലാസ് റൂമിനകത്ത് ഇമാജിൻ ചെയ്യുക, 100-200 ഈ പറഞ്ഞ 255 സ്റ്റുഡൻസ് ഉണ്ടെങ്കിൽ എനിക്ക് കൺട്രോൾ ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കില്ലേ? തീർച്ചയായും എനിക്ക് എന്തായിരിക്കും? ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനെ ഒരു ബുദ്ധിമുട്ട് വന്ന സാഹചര്യത്തിൽ ഞാൻ നിശ്ചയം എനിക്ക് വേണമെങ്കിൽ ക്ലാസ് എടുക്കാം, പ്രൊജക്ടർ വെച്ച് ക്ലാസ് എടുക്കാം. പക്ഷേ ഒരു ക്ലാസ് റൂമിനകത്ത് ഒരു 40 സ്റ്റുഡൻസിന്റെ അടുത്തേക്ക് ഉണ്ടായിരുന്നുള്ളൂ.
എന്നിട്ട് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഓക്കെ, നമ്മുടെ ക്ലാസ് എടുക്കുന്ന സമയത്ത് ഭയങ്കര പ്രൊജക്ട് ഒക്കെ വെച്ച് ക്ലാസ് എടുക്കുന്ന സമയത്ത് എല്ലാവരിലോട്ടും കറക്റ്റായിട്ട് ഞാൻ പറയുന്ന കാര്യം എത്തുന്നുണ്ടോ, അവർ പ്രോഗ്രസ് ഒന്നും എനിക്ക് നോക്കാനൊന്നും കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ആ സമയത്ത് ഞാൻ HR മാനേജർ കൂടിയായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഞാൻ തീരുമാനിച്ച ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ക്ലാസ് റൂമിനകത്ത് മാക്സിമം 15 to 20 സ്റ്റുഡൻസ് മതി. അപ്പൊ എനിക്ക് കറക്റ്റായിട്ട് എല്ലാവരും ഫോളോ ചെയ്ത് സഹായിക്കുന്നുണ്ട്, എല്ലാ കാര്യങ്ങളും ഓക്കെയാണ്. കൂടുതൽ മണിക്കൂറുകൾ ഞാൻ എടുക്കണമെന്നേ ഉള്ളൂ. പക്ഷെ എല്ലാവരും ഒരുമിച്ച് എടുത്തു കഴിഞ്ഞാൽ ഉള്ള ബുദ്ധിമുട്ട് ഞാൻ മനസ്സിലാക്കി. എന്ന് പറയുന്ന പോലെ EHRP പറയുന്ന പ്രോട്ടോകോൾ എല്ലാവരും ഒരൊറ്റ ഡൊമൈനകത്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യാൻ എന്തായിരിക്കും, വളരെ ബുദ്ധിമുട്ടായിരിക്കും. വലിയ ലാർജ് നെറ്റ്വർക്കാണ് നമ്മുടെ EHRP എന്ന് പറയുന്നത് അല്ലെ. ഇതിനെ നമുക്ക് എന്ത് ചെയ്യണം, ലോജിക്കലി നമുക്ക് എന്ത് ചെയ്യണം, ഡിവൈഡ് ചെയ്യണം. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യണം, ലോജിക്കലി നമ്മൾ എന്ത് ചെയ്യുന്നു, ഇതിനെ ഡിവൈഡ് ചെയ്യുന്നു, സ്മോൾ ഗ്രൂപ്പ്സ് ആക്കി മാറ്റുന്നു. അതിന് വിളിക്കുന്ന പേരാണ് AS, ഓട്ടോണമസ് സിസ്റ്റം. ക്ലിയർ? അപ്പൊ നമുക്ക് ഇഷ്ടമുള്ള നമ്പർ നമുക്ക് കൊടുക്കാം കേട്ടോ. 65536 ബിറ്റ്വീൻ വരുന്ന ഏത് നമ്പർ വേണമെങ്കിൽ കൊടുക്കാം. ഇത് ഫ്രീ ആയിട്ട് കിട്ടുന്നതാണ്, അല്ലാതെ നമ്മളായിട്ട് അസൈൻ ചെയ്യുന്ന, അല്ലാണ്ട് നമ്മൾ അയാളുടെ കയ്യിൽ നിന്ന് പൈസ കൊടുത്ത് വാങ്ങുന്നൊന്നുമല്ല. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമുള്ള നമ്പർ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾ പ്രോട്ടോകോൾ ബിൽഡ് ചെയ്യുന്ന സമയത്ത് ഇഷ്ടമുള്ള നമ്പർ വെച്ച് നിങ്ങൾക്ക് ചെയ്യാം, നോ ഇഷ്യൂസ്. ബട്ട് ഡിഫറെന്റ് ASകൾ വന്നു കഴിഞ്ഞാൽ അവർ തമ്മിൽ എന്ത് ചെയ്യില്ല, കമ്മ്യൂണിക്കേറ്റ് ചെയ്യില്ല. എക്സാമ്പിൾ EHRP 100 ഉണ്ട്, 200 300 ഇമാജിൻ ചെയ്യാം. 100 ഇരിക്കുന്ന ആൾക്കാരെല്ലാം പരസ്പരം കോൺടാക്ട്, പക്ഷെ 100 200 ആയിട്ട് കോൺടാക്ട് ചെയ്യില്ല, 200 100 ആയിട്ട് കോൺടാക്ട് ചെയ്യില്ല. അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് കമ്മ്യൂണിക്കേഷൻ എത്തിക്കാം. ഏതിലൂടെ, റീഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്ന ഒരു മെക്കാനിസം ഉണ്ട്. അത് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് ഡിഫറെന്റ് ASകൾ തമ്മിൽ വേണമെങ്കിൽ കണക്ട് ചെയ്യാം. നമുക്ക് ലാബായിട്ട് ചെയ്യാൻ വരുന്നുണ്ട്, അറിഞ്ഞിരിക്കുക. അപ്പൊ AS എന്ന് പറഞ്ഞാൽ എന്താണ്, ഇറ്റ്സ് എ ലോജിക്കൽ ബൗണ്ടറി. നമ്മളായിട്ട് എന്ത് ചെയ്യുന്നു, ഡിവൈഡ് ചെയ്യുന്നു. നമ്മളൊരു ഹാർഡ് ഡിസ്കിന് എന്ത് ചെയ്യാറുണ്ട്, പാർട്ടീഷൻ ചെയ്ത് വേറെ വേറെ ആക്കാറുണ്ട് അല്ലെ. എന്നിരുന്നാൽ അത് എന്ത് തന്നെയാണ്, ഒരൊറ്റ പീസ് തന്നെയാണ്. എന്ന് പറയുന്ന പോലെ ഇവിടെ എന്താണ്, EHRP തന്നെയാണ്. പക്ഷെ നമ്മൾ എന്ത് ചെയ്യുന്നു, വേറെ വേറെ നമ്പർ ഇട്ട് വേറെ വേറെ ആക്കി മാറ്റുന്നു, കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യാനുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ട്. അപ്പൊ AS എന്താണെന്ന് ക്ലിയർ അല്ലേ? യെസ്. ഇനി EHRP നമ്മൾ രണ്ടായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഇന്റേണൽ EHRP, എക്സ്റ്റേണൽ EHRP. ഇന്റേണൽ പറഞ്ഞ വേറൊന്നുമില്ല, എക്സാമ്പിൾ ഇപ്പോ ഈ R1 R2 R3 പറയുന്നത് എന്താണ്, ഏത് ASനകത്ത് വരുന്നതാ, R1 EHRP 100 വരുന്നതാണ്. R2ന്റെ ഈ പോർഷൻ, ഇത്രയും പോർഷൻ ഏതിനകത്ത് വരുന്നതാ, 100 ഓക്കെ. അപ്പം ഇതിനകത്തുള്ള എല്ലാ അപ്ഡേറ്റുകളും R1ന്റെ കേസിൽ നിങ്ങൾ റൈറ്റ് സൈഡിലോട്ട് നോക്കണ്ട. R1ന്റെ കേസിൽ ഈ കാണുന്ന നെറ്റ്വർക്ക് എന്താണ്, ഈ കാണുന്ന IP നെറ്റ്വർക്ക് എന്തായിരിക്കും, ഏത് ASനകത്താണ്, 100 100 അപ്പൊ ഇതിന്റെ നേരെ കാണിക്കുന്നത് എന്തായിരിക്കും, അതായത് EHRP പറയുന്ന പ്രോട്ടോകോൾ ഡിനോട്ട് ചെയ്യുന്നത് D പറയുന്ന ലെറ്ററിലാണ്. ബിക്കോസ് EHRP ലേറ്റസ്റ്റ് വന്നതുകൊണ്ട് EGP പറയുന്ന ഒരു പ്രോട്ടോകോൾ ഉണ്ടായിരുന്നു. അയാൾ എന്തെടുത്തിട്ട് പോയി, E പറയുന്ന ലെറ്റർ കൊണ്ടുപോയി. അപ്പൊ നമുക്ക് E കിട്ടുമോ, ഇല്ല. സ്റ്റാറ്റിക് ആണെങ്കിൽ S എന്ന് കാണിക്കും, റിപ്പ് ആണെങ്കിൽ R എന്ന് കാണിക്കും, OSPF ആണെങ്കിൽ O എന്ന് കാണിക്കും. അങ്ങനെ എല്ലാവരും അവരുടെ ലെറ്റർ തന്നെ കാണിക്കുന്നത്. പക്ഷെ ഇയാൾക്ക് എന്തില്ല, ഈ ഓൾറെഡി എടുത്തു പോയതുകൊണ്ട് ഈ ഇനി റിസീവ് ചെയ്യാൻ സാധ്യതയില്ല. അതുകൊണ്ട് JJ ഗാസിൽ ഒരു അഭിപ്രായം ചോദിച്ചു. JJ ഗാസ് പറഞ്ഞു, നമ്മുടെ അൽഗോരിതത്തിന് പേരിട്ടാലോ, ഫസ്റ്റ് ലെറ്റർ ഇട്ടാലോ. എന്താ അൽഗോരിതം, ഫസ്റ്റ് ലെറ്റർ ഡ്യുവൽ അൽഗോരിതം. എന്താണ് ഡ്യുവൽ അൽഗോരിതം, അതിന്റെ D ആണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പം R1ന്റെ കേസിൽ നോക്കുന്ന സമയത്ത് അൺനോൺ നെറ്റ്വർക്ക്സ് എല്ലാം തന്നെ ഏത് ലെറ്റർ ആയിരിക്കും കാണിക്കുന്നത്, D പറയുന്ന ലെറ്റർ ആയിരിക്കും കാണിക്കുന്നത്. അപ്പം നമ്മുടെ കേസിൽ EHRP 100 ഇത് മാത്രമാണ് R1 അൺനോൺ ആയിട്ടുള്ളത് അല്ലേ. ബാക്കിയെല്ലാം ഡയറക്ട്ലി കണക്റ്റഡ് അല്ലേ, 10 ഡയറക്ട്ലി കണക്റ്റഡ് ആണ്, 20 ഡയറക്ട്ലി കണക്റ്റഡ് ആണ്. ആകെ EHRP 100 ഇത് മാത്രമാണ്. ഇനി ഇവിടെ നിന്നും വരുന്ന അപ്ഡേറ്റുകൾ എല്ലാം തന്നെ എന്തായിരിക്കും കാണിക്കുന്നത്, DEX, എക്സ്റ്റേണൽ. വെളിയിൽ നിന്നും വരുന്നത്, അത് സെയിം പ്രോട്ടോകോൾ ആയിക്കോട്ടെ ഡിഫറെന്റ് പ്രോട്ടോകോൾ ആയിക്കോട്ടെ, വെളിയിൽ നിന്ന് ആര് വന്നാലും EHRP ഡിനോട്ട് ചെയ്യുന്നത് അങ്ങനെയാണ്, DEX. EX മീൻസ് EHRP എക്സ്റ്റേണൽ. എന്ന് വെച്ചാൽ ഈ 40 ആയിക്കോട്ടെ 50 ആയിക്കോട്ടെ 60 ആയിക്കോട്ടെ, ഇതിന്റെ നേരെ എല്ലാം എന്തായിരിക്കും കാണിക്കുന്നത്, DEX. ഇത് കണ്ടാൽ മനസ്സിലാക്കുന്നത് എന്താണ്, വെളിയിൽ നിന്നും വന്നിരിക്കുന്ന അപ്ഡേറ്റുകൾ. അത് EHRP ആവാം, OSPF ആവാം, ഏത് റൗട്ടിംഗ് പ്രോട്ടോകോൾ ആണെങ്കിലും വെളിയിൽ നിന്ന് വരുന്ന എല്ലാവരും എന്തായിരിക്കും, വേറെ വേറെ ലെറ്റേഴ്സിലാണ് ഡിനോട്ട് ചെയ്യുന്നത്. സ്വന്തം ASനകത്തുള്ളവരാണെങ്കിൽ D എന്നും,
വെളിയിൽ നിന്നും വന്നിരിക്കുന്ന എക്സിനകത്തുള്ള ആൾക്കാരാണെങ്കിൽ എന്താ കാണിക്കുന്നത്? ഡി ഇ എക്സിനകത്ത്. R2 എങ്ങനെയായിരിക്കും കാണിക്കുക? R2 എല്ലാം എന്തായിരിക്കും? ഇ ആയിരിക്കും. R2 കേസിൽ R2 100 പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്, 200 പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്. അപ്പൊ R2 കേസിൽ ഈ 10 എന്ന് പറയുന്നതും 60 എന്ന് പറയുന്നത് അൺനോൺ അല്ലെ? അത് എന്ത് ഏത് ലെറ്ററിലാണ് കാണിക്കുക? ഡി പറയുന്ന ലെറ്ററാണ് കാണിക്കുന്നത് R2-നകത്ത്. ക്ലിയർ? ഓക്കെ. ഈ ഡി എവിടെ മെൻഷൻ ചെയ്യുന്നതായിട്ടാണ്? എന്റെ സൗണ്ട് കേൾക്കാമോ? നമ്മള് കേൾക്കുന്നുണ്ട്. നമ്മളിത് ഇനീഷ്യലും റൗട്ടിങ്ങും ചെയ്ത് കഴിഞ്ഞാൽ, ഇനീഷ്യൽ കോൺഫിഗറേഷൻ കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ ചെക്ക് ചെയ്യുന്ന ഒരു കമാൻഡ് ആണ് ഷോ IP ഇന്റർഫേസ് ബ്രീഫ് എന്ന് പറയുന്നത്. അത് ഇനീഷ്യൽ ഇന്റർഫേസ് അപ്പ് ആണോ ഡൗൺ ആണോ ചെക്ക് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന കമാൻഡ് ആണ്. അതേപോലെ തന്നെ നമ്മൾ റൗട്ടിംഗ് കഴിഞ്ഞാൽ ചെക്ക് ചെയ്യുന്ന ഒരു കമാൻഡ് ആണ് ഷോ IP റൂട്ട്. ഈ ഒരു കമാൻഡ് ചെക്ക് ചെയ്യുന്നത് റൗട്ടിംഗ് ടേബിൾ കാണാൻ വേണ്ടിയിട്ടാണ്. അതായത് നമുക്ക് റൗട്ടിംഗ് പ്രോട്ടോകോൾ എത്തിച്ചേരുന്ന എല്ലാ ഇൻഫർമേഷൻസും ഉണ്ടാവുന്ന എവിടെയായിരിക്കും? റൗട്ടിംഗ് ടേബിളിനകത്തായിരിക്കും. റൗട്ടിംഗ് ടേബിളിനകത്ത് ചെക്ക് ചെയ്യുമ്പോഴാണ് ഈ പറയുന്ന സംഗതികളൊക്കെ കാണിക്കുന്നത്. ആ ബാലൻസ് ക്ലാസ് കൂടി കാണുമ്പോൾ എല്ലാം ക്ലിയർ ആവും. അതിനകത്ത് ഡെപ്ത് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞത് പ്രകാരം നമ്മുടെ സ്വന്തം ഡൊമൈൻ ആണ് ഏത് ലെറ്ററിൽ കാണിക്കുന്നത്? ടി എന്ന് പറയുന്ന ലെറ്ററിൽ കാണിക്കുന്നത്. അതേപോലെ തന്നെ AD വാല്യൂ ഓർക്കുന്നുണ്ടോ? AD വാല്യൂ ഒരു പ്രോട്ടോകോളിന്റെ റിലയബിലിറ്റിയെ സൂചിപ്പിക്കുന്ന നമ്പർ ആണ് AD വാല്യൂ. AD വാല്യൂ ഇന്റേണൽ EIGRP ആണെങ്കിൽ എത്ര കാണിക്കുന്നത്? 90 ആണ് കാണിക്കുന്നത്. നല്ലൊരു വാല്യൂ ആണ് 90 എന്ന് പറയുന്നത്. മോശപ്പെട്ട വാല്യൂ ആണ് 255 എന്ന് പറയുന്നത്. യെസ്. അപ്പൊ അങ്ങനെ നോക്കുന്ന സമയത്ത് EIGRP നമുക്ക് എന്ത് വരുന്നുണ്ട്? എക്സ്റ്റേണൽ EIGRP എന്താ വരുന്നത്? ഏത് ലെറ്ററിൽ ഡിനോട്ട് ചെയ്യുന്നത്? DEX പറയുന്ന ലെറ്ററിൽ ഡിനോട്ട് ചെയ്യുന്നത്. AD വാല്യൂ എത്ര വരുന്നത്? 170 ആണ്. ബിക്കോസ് നമ്മുടെ സ്വന്തം പ്രോട്ടോകോളിനായിരിക്കും നമുക്ക് കൂടുതൽ വിശ്വാസം അല്ലെ? വെളിയിൽ നിന്ന് വരുന്നവരെ എനിക്ക് അറിയില്ല, അവരുടെ കാര്യങ്ങൾ എനിക്കറിയില്ല. അതുകൊണ്ട് അൽഗോരിതം ബേസ്ഡ് ഇട്ട് കൊടുത്തിരിക്കുന്ന വാല്യൂ എത്രയാണ്? 170. വെളിയിൽ നിന്ന് ആര് വന്നാലും അവരുടെ AD വാല്യൂ എന്തായിരിക്കും? 170 ആയിരിക്കും. ഇതാണ് EIGRP-കകത്ത് രണ്ടായി നമ്മൾ EIGRP ഡിനോട്ട് ചെയ്തിട്ടുണ്ട്, ഇന്റേണലും എക്സ്റ്റേണലും. വലിയ വ്യത്യാസമൊന്നുമില്ല. ഓക്കെ, യെസ്. ഇനി ഈ ലിങ്ക് സ്റ്റേറ്റ് റൗട്ടിംഗ് പ്രോട്ടോകോളിന്റെ ഭാഗമായിട്ട്, ഓക്കെ, ലിങ്ക് സ്റ്റേറ്റ് പറഞ്ഞാൽ എന്താണ്? ചേഞ്ചസ് വരുമ്പോൾ മാത്രം നൈബറിലോട്ട് അപ്ഡേറ്റ് സെൻഡ് ചെയ്യുന്ന ഫീച്ചർ ആണ് നമ്മൾ വിളിക്കുന്നത് ലിങ്ക് സ്റ്റേറ്റ് വിളിക്കുന്നത്. ലിങ്ക് സ്റ്റേറ്റിന്റെ ഭാഗമായിട്ട് ഒരു 3 ടേബിൾ നമ്മൾ ബിൽഡ് ചെയ്തിട്ടുണ്ട്. എത്ര ടേബിൾ ആണ്? 3 ടേബിൾ. കാര്യങ്ങൾ വളരെ സ്പീഡ് ആക്കാൻ വേണ്ടിയിട്ട് ലിങ്ക് സ്റ്റേറ്റിനകത്ത് വരുന്ന ഒരു പോർഷൻ ആണ് 3 ടേബിൾസ് എന്ന് പറയുന്നത്. നോർമലി ഇപ്പോൾ റിപ്പ് എന്ന് പറയുന്ന പ്രോട്ടോകോളിന്റെ കേസിലെല്ലാം തന്നെ എല്ലാവരെ കുറിച്ചും എവിടെയായിരിക്കും? ഒരൊറ്റ ടേബിളിനകത്തായിരിക്കും എല്ലാ ഇൻഫർമേഷനും ഉണ്ടാവുക. എന്നാൽ ഇവിടെ കാര്യങ്ങൾ വളരെ സ്പീഡപ്പ് ആക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? ലിങ്ക് സ്റ്റേറ്റ് എന്ന് പറയുന്ന പ്രോട്ടോകോൾ. നൈബേഴ്സിനെ കുറിച്ച് കാണണോ? താങ്കൾ എവിടെ പോയി നോക്കിയാൽ മതി. നൈബർ ടേബിളിനകത്ത് പോയി അതിനുള്ള കമാൻഡ്, ഈ കമാൻഡ് അടിച്ച് നിങ്ങൾക്ക് കാണാൻ പറ്റും. അതേപോലെ തന്നെ എല്ലാ വഴികളെ കുറിച്ചും നെറ്റ്വർക്സിനെ കുറിച്ചും താങ്കൾക്ക് കാണണോ? എവിടെ പോയി നോക്കിയാൽ മതി. ടോപ്പോളജി ടേബിളിനകത്ത് പോയി നോക്കിയാൽ മതി. അതിലുപരി ഗാർസിയ കാണിച്ചിട്ട് വലിയൊരു മെക്കാനിസം പറഞ്ഞു കഴിഞ്ഞാൽ, ഇമാജിൻ ചെയ്യുക, നിങ്ങൾക്ക് സോഴ്സിൽ നിന്ന് ഡെസ്റ്റിനേഷൻ പോകാൻ ഒരു 10 വഴികളുണ്ടെന്ന് വിചാരിക്കുക. അതിനകത്ത് 6 വരെ ബാക്കപ്പ് ചെയ്ത് വെക്കാനുള്ള കഴിവ് ആർക്കുണ്ട്? ടോപ്പോളജി ടേബിളിലുണ്ട്. മറ്റെല്ലാ റൂട്ടിംഗ് പ്രോട്ടോകോളും എപ്പോഴാണ് ഇന്റർഫേസ് ബെസ്റ്റ് റൂട്ട് ഡൗൺ ആവുന്നത് ആ സമയത്താണ് അടുത്ത റൂട്ടിനെ കുറിച്ച് ചെക്ക് ചെയ്യുന്നത്. ഇവിടെ അങ്ങനെയല്ല. പഠിച്ച കള്ളനാന്ന് പറഞ്ഞ പോലെ ഗാസ് എന്ത് ചെയ്തിട്ടുണ്ട്? 6 വഴികൾ വരെ. ഒരു കാരണവശാലും സ്ലോ ആവരുത്. പുള്ളിയുടെ അൾട്ടിമേറ്റ് ഉദ്ദേശം അതാണ്. അപ്പം ഓൾറെഡി പുള്ളിക്കാരൻ എന്താണ്? ബെസ്റ്റ് റൂട്ട് ഈ ടോപ്പോളജി ടേബിളിൽ നിന്നാണ് ബെസ്റ്റ് റൂട്ട് ആർക്ക് പറഞ്ഞു കൊടുക്കുന്നത്? റൗട്ടിംഗ് ടേബിൾ അത് പറഞ്ഞു കൊടുക്കുന്നത്. എന്തെങ്കിലും കാരണവശാൽ റൗട്ടിംഗ് ടേബിളിൽ നിന്നും ബെസ്റ്റ് റൂട്ട് മിസ്സായാൽ ഉടനടി ആരയച്ചു കൊടുക്കും? അടുത്ത റൂട്ട് ടോപ്പോളജി ടേബിൾ നമ്മൾ എടുത്ത് അങ്ങോട്ട് കൊടുക്കും. ഇത്രയും ഫാസ്റ്റ് ആണ്. പോയിന്റ് മനസ്സിലായി നിങ്ങൾക്ക്? 6 വഴികൾ വരെ. അത്രയൊന്നും ഒരിക്കലും ഉണ്ടാവില്ല. സോഴ്സ് ഡെസ്റ്റിനേഷൻ അത്ര വഴികൾ ഉണ്ടാവില്ല. എന്നിരുന്നാലും പറയുവാണ് 6 വഴികൾ വരെ ബാക്കപ്പ് ചെയ്ത് വെക്കാനുള്ള കഴിവുണ്ട്. ആ ബാക്കപ്പ് ചെയ്യുന്നതിന് വിളിക്കുന്ന പേരാണ് ഫീസിബിൾ സക്സസർ എന്ന് പറയുന്നത്. ഓക്കെ, എന്താ വിളിക്കുന്നത്? ഫീസിബിൾ സക്സസർ. അപ്പൊ നിങ്ങൾക്ക് ബാക്കപ്പ് പാത്ത് എന്ന് വിളിക്കാം. യെസ്. അപ്പൊ അങ്ങനെ 3 ടേബിൾസ് ആണ്. മനസ്സിലായോ? നമ്മുടെ റൗട്ടർ ഒരു തീരുമാനം എടുക്കുന്നത് ഏത് ടേബിൾ നോക്കിയായിരിക്കും? അപ്പം ആലോചിച്ച് പറഞ്ഞാൽ നമ്മുടെ റൗട്ടർ ഒരു തീരുമാനം എടുക്കുന്നത് ഏത് ടേബിൾ നോക്കിയായിരിക്കും? റൗട്ടിംഗ് ടേബിൾ. ഒരു സംശയം വേണ്ടല്ലേ? നമ്മൾ ബെസ്റ്റ് റൂട്ട് എവിടെയായിരിക്കും ഉണ്ടാവുക? ബെസ്റ്റ് റൂട്ട് എപ്പോഴും റൗട്ടിംഗ് ടേബിളിനകത്തായിരിക്കും. അപ്പം റൗട്ടിംഗ് ടേബിൾ നോക്കിയിട്ടാണ് നമ്മുടെ റൗട്ടേഴ്സ് എല്ലാം എന്ത് ചെയ്യുന്നത്? ഒരു തീരുമാനം എടുക്കുന്നത്. ഓക്കെ, ബാക്കിയെല്ലാം തന്നെ ബാക്കപ്പ് പോലെ സ്റ്റോർഡ് പോലെ വെച്ചിരിക്കുന്ന സാധനങ്ങളാണ്. പക്ഷെ റൗട്ടിംഗ് ടേബിൾ നോക്കിയിട്ടാണ് റൗട്ടർ എന്ത് ചെയ്യുന്നത്? ഒരു ഡിസിഷൻ എടുക്കുന്നത് എപ്പോഴും എന്താണ്? ഒരു ക്വസ്റ്റ്യൻ കൂടിയാണ് കേട്ടോ, ഇന്റർവ്യൂ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അപ്പം റൗട്ടർ ഒരു ഡിസിഷൻ എടുക്കുന്നത് ഏത് ടേബിൾ നോക്കിയിട്ടാണ്? റൗട്ടിംഗ് ടേബിൾ നോക്കിയിട്ടാണ്. ബിക്കോസ് ബെസ്റ്റ് റൂട്ടിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻ എവിടെയായിരിക്കും ഉണ്ടാവുക? റൗട്ടിംഗ് ടേബിളിനകത്തായിരിക്കും. അതുകൊണ്ടാണ് അങ്ങനെ
ചെയ്യുന്നത്. 3 ടേബിൾ ക്ലിയർ അല്ലേ? Clear. ഇനി നമ്മൾ നേരത്തെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. EAGRP പറയുന്ന പ്രോട്ടോകോൾ നൈബറിലോട്ട് അപ്ഡേറ്റുകൾ സെൻഡ് ചെയ്യുന്നത് എപ്പോൾ മാത്രമാണ്? ചേഞ്ചസ് വരുമ്പോൾ മാത്രം എന്ന് പറഞ്ഞു അല്ലെ? അത് എങ്ങനെയാണ് എന്നുള്ളതാണ് ഞാൻ പറയാൻ വേണ്ടി പോകുന്നത്. ശ്രദ്ധിക്കുക. എക്സാമ്പിൾ R1 എന്ന് പറയുന്ന ഒരു റൗട്ടർ, R2 പറയുന്ന റൗട്ടർ. അപ്പൊ നമ്മൾ ഈ പറയുന്ന EAGRP എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ, ഓക്കെ, EAGRP എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ആദ്യം അയക്കുന്ന മെസ്സേജിനെ വിളിക്കുന്ന പേരാണ് ഹലോ. എവരി 5 സെക്കൻഡ്സ് കൂടുമ്പോൾ ഇവർ എന്ത് അയച്ചുകൊണ്ടിരിക്കും? ഹെല്ലോ മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കും. ഓക്കെ, എക്സാമ്പിൾ ഇത് നമ്മുടെ അമലാണ്, ഇത് ഞാനാണ്. ഓക്കെ, അപ്പോ അമലിന് പുള്ളിക്കാരൻ്റെ ഫ്രണ്ട് ആരോ നമ്പർ കൊടുത്തു, എന്നെ അങ്ങനെ കോൺടാക്ട് ചെയ്യുന്നു, എനിക്ക് നെറ്റ്വർക്കിംഗ് കോഴ്സ് ചെയ്താൽ കൊള്ളാതെ എൻ്റെ അടുത്ത് പറയുന്നു. ഓക്കെ, അതിന് വേണ്ടിയിട്ട് പുള്ളിക്കാരൻ ആദ്യം എന്നെ കോൾ ചെയ്യുന്നു. കോൾ ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം എന്താ പറയാറ്? എന്താ നമ്മൾ പറയാറ്? ഹെല്ലോ പറയും അല്ലേ? ആ ഹെല്ലോ പറയുന്നു, ഞാനും തിരിച്ച് ഹെല്ലോ പറയുന്നു, സാർ എനിക്കിങ്ങനെ ഒരു കോഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കോൺടാക്ട് ചെയ്തതാണ്, എൻ്റെ ഇന്ന സുഹൃത്ത് കൊണ്ട് ഞാൻ കോൺടാക്ട് ചെയ്ത് പറയുന്നു. ഓക്കെ, അപ്പൊ എനിക്ക് ആള് ആരാന്ന് മനസ്സിലായി. ഓക്കെ മനസ്സിലായി. ഏത് നെറ്റ്വർക്ക് കോഴ്സാണ് ചെയ്യേണ്ടതെന്ന് ഞാൻ ചോദിക്കുന്നു. ഓക്കെ, അപ്പൊ ആ ഒരു ബേസിക് കമ്മ്യൂണിക്കേഷൻ ഇല്ലേ സ്റ്റാർട്ടിങ്ങിൽ, ഞാൻ കണ്ടന്റ് ഒന്നും പണ്ടിട്ടില്ല, കോഴ്സിന്റെ ഫീസോ മറ്റുള്ള കാര്യം ഒന്നും പണ്ടില്ല, ഏത് കോഴ്സോ വേണമെന്ന് മാത്രം ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ എനിക്ക് കൺഫേം ആയി അപ്പുറത്തുള്ളത് അമലാണ്, ഇപ്പുറത്ത് അയാളെ പഠിപ്പിക്കാൻ പോകുന്ന ധനേഷ് എന്ന് പറയുന്ന ഫാക്കൽറ്റി ആണ്. ഓക്കെ, അപ്പൊ അവിടെ എന്താ സംഭവിച്ചിരിക്കുന്നത്? നൈബർഷിപ്പ് ഫോം ആയില്ലേ? ജസ്റ്റ് അങ്ങോട്ടും കൂടി പേര് പറയുന്നു, ഹെല്ലോ പറയുന്നു. അപ്പൊ നമ്മൾ ആരാണ് അപ്പുറത്തുള്ള ആളെന്ന്, അയാൾക്ക് എന്താ വേണ്ടെന്നുള്ള കാര്യം പറയുന്നു. അപ്പൊ നമുക്ക് അതിനെന്ത് വിളിക്കാം? ജസ്റ്റ് ഒരു സമ്മറി എന്ന് പറഞ്ഞൂടെ? അപ്പം 2 റൗട്ടേഴ്സ് കണക്ട് ചെയ്യുന്ന സമയത്ത് ആ 2 റൗട്ടേഴ്സ് എന്താ ചെയ്യുന്നത്? ആദ്യം അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് കൈമാറുന്നു? സമ്മറി കൈമാറുന്നു. അങ്ങനെ അവർക്ക് രണ്ടുപേർക്ക് സമ്മറി കിട്ടിയപ്പോഴാണ് അവർ പറയുന്നത്, സാർ കോഴ്സിന്റെ പേര് മാത്രം പറഞ്ഞോളൂ, അതിന്റെ ഡ്യൂറേഷനും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു തരാമോ എന്ന് പറയുന്നതാണ് അവിടുത്തെ എന്തെന്ന് പറയുന്നത്? അപ്ഡേറ്റ്. എന്ന് വെച്ചാൽ എന്റെ കയ്യിരിക്കുന്ന എൻറ്റയർ ഇൻഫർമേഷൻ ഞാൻ ആർക്ക് കൊടുക്കണം? രണ്ടുപേർക്കും സമ്മറി മാത്രം കിട്ടിയിട്ടുള്ളൂ അല്ലേ? ഇപ്പൊ സമ്മറി കിട്ടി, നമ്മുടെ ടേബിളിലെ മാക്സിമം നോക്കുന്ന ടേബിളിനകത്ത് ഒന്നുമില്ല. അപ്പൊ ഞാൻ പറഞ്ഞു, ഒരു അമൽ, താങ്കൾ അതിന്റെ സമ്മറി മാത്രം പറഞ്ഞോളൂ, താങ്കൾ അതിന്റെ അപ്ഡേറ്റ് കൂടി തരൂ. അപ്പൊ അങ്ങനെ അമലിന്റെ കാര്യങ്ങളെല്ലാം എനിക്ക് ഡീപ്പായി പറഞ്ഞു തരും. അങ്ങനെ ഞാൻ എന്റെ കാര്യങ്ങൾ എന്ത് ചെയ്യുന്നു? അങ്ങോട്ടും അയക്കുന്നു, ഇങ്ങോട്ടും അയക്കുന്നു. ഫസ്റ്റ് ടൈം നമ്മൾ എന്ത് ചെയ്യും? എല്ലാം അപ്ഡേറ്റ് അയച്ചു കൊടുക്കണം അല്ലേ? എന്റെ കയ്യിലിരിക്കുന്ന എല്ലാം അയച്ചു കൊടുക്കണം, പുള്ളിയുടെ കയ്യിലിരിക്കുന്ന എനിക്ക് തരുവും വേണം. അതാണ് ഫസ്റ്റ് അപ്ഡേറ്റ്. ഫസ്റ്റ് അപ്ഡേറ്റ് എപ്പോഴും എല്ലാം അയക്കണം. പിന്നീടുള്ള അപ്ഡേറ്റുകൾ എങ്ങനെയായിരിക്കും റിസീവ് ചെയ്യുന്നത്? എവരി 5 സെക്കൻഡ്സ് കൂടുമ്പോൾ എന്ത് റൺ ചെയ്യുന്നുണ്ട്? സമ്മറി അങ്ങോട്ടും ഇങ്ങോട്ടും പോയിക്കൊള്ളി. സമ്മറി പോകാൻ വലിയ ബാൻഡ്വിഡ്ത്തും കാര്യങ്ങളൊന്നും വേണ്ട. ഓക്കെ, സമ്മറി എന്ത് ചെയ്യുന്നുണ്ട്? ഓരോ 5 സെക്കൻഡ് കൂടുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നുണ്ട്. അങ്ങനെ ഇരിക്കെ ഞാൻ എന്ത് ചെയ്തു? ഒരു 100 എന്ന് പറയുന്ന നെറ്റ്വർക്ക് ഞാൻ എന്ത് ചെയ്തു? അഡീഷണൽ ആയിട്ട് ആഡ് ചെയ്തു. അങ്ങനെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് എവിടെ സ്റ്റോർ ആവും? ഏതിനകത്ത് ആഡ് ആവും? ഹെല്ലോ മെസ്സേജിനകത്ത് ആഡ് ആവും. അങ്ങനെ ആ ഹെല്ലോ മെസ്സേജ് എങ്ങോട്ട് പോകുന്നു? നൈബറിലോട്ട് പോകുന്നു. നമ്മൾ പണ്ട് ഇന്നസെന്റ് പറഞ്ഞ പോലെ ലോട്ടറി എടുത്ത് പറഞ്ഞില്ലേ, കണ്ടിട്ടുണ്ട് പറഞ്ഞ പോലെ എല്ലാം നോക്കുമ്പോൾ അവസാനം പുതിയ 100 വരുന്ന നെറ്റ്വർക്ക്. ഇതെന്താ? മനസ്സിലായോ? ബാക്കി എല്ലാം പുള്ളിയുടെ ടേബിളിനകത്തുണ്ട്. സമ്മറിക്കകത്തുള്ള സമ്മറിക്ക് മാച്ച് ആവുന്ന എല്ലാ കാര്യങ്ങളും എവിടെയുണ്ട്? എല്ലാ കാര്യങ്ങളും എവിടെയുണ്ട്? അവരുടെ റൗട്ടിംഗ് ടേബിളിനകത്തുണ്ട്. അപ്പൊ പ്രശ്നമില്ല. ലാസ്റ്റ് ഒരു സംഗതി നോക്കുമ്പോൾ പുതിയൊരു സംഗതി വന്നിരിക്കുന്നു. എന്താ വന്നിരിക്കുന്നത്? 100 എന്ന് പറയുന്ന ആളെ കുറിച്ചുള്ള സമ്മറി കൂടി ഏതിനകത്ത് ആഡ് ചെയ്തിരിക്കുന്നു? ഹെല്ലോ മെസ്സേജിനകത്ത് ആഡ് ചെയ്തിരിക്കുന്നു. അപ്പൊ ഉടനടി അമൽ ചോദിക്കും, സാറേ ഇതെന്താ 100 എന്താ പുതിയൊരു സംഗതി? ഓ മിസ്റ്റർ അമൽ, ഞാൻ തരാൻ വിട്ടുപോയി. ഓക്കെ, ഞാൻ എന്ത് ചെയ്യും? അത് മാത്രം, മനസ്സിലായോ? ഏത് മാത്രം? 100 മാത്രം ഇങ്ങനെ Additional അഡീഷണൽ change. അയച്ചു കൊടുക്കുന്നത്. യെസ്, ഇങ്ങനെയാണ് മാത്രം. ചേഞ്ചസ് വരുമ്പോൾ മാത്രം അപ്ഡേറ്റ്സ് എന്ന് പറയുന്നത്. മനസ്സിലായോ? ഫസ്റ്റ് ടൈം എന്തായിരിക്കും? എല്ലാം അയക്കും. ആദ്യം ഹെല്ലോ മെസ്സേജ് കിട്ടുന്നു, സമ്മറി കിട്ടുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാ അപ്ഡേറ്റും അയക്കുന്നു. പിന്നീട് പുതിയൊരു അപ്ഡേറ്റ് വന്നു. ഓക്കെ, പുതിയൊരു അപ്ഡേറ്റ് വന്നു. അത് ഏതിനകത്ത് ആഡ് ആവുന്നു? നമ്മുടെ ഹെല്ലോ മെസ്സേജിനകത്ത് ആഡ് ആവുന്നു. ആ ഹെല്ലോ ആർക്ക് കിട്ടുന്നു? നമ്മുടെ നൈബർ ആയിട്ടുള്ള R1 എന്ന് പറയുന്ന റൗട്ടിന് കിട്ടുന്നു. അപ്പൊ R1 ചെക്ക് ചെയ്യുമ്പോൾ ടേബിളായിട്ട് മാച്ച് ചെയ്യുന്ന സമയത്ത് പുതിയൊരു സമ്മറി വന്നിരിക്കുന്നു. അതിനെ കുറിച്ച് പുള്ളിക്ക് അറിയാൻ പാടില്ല. അപ്പൊ ആ സമ്മറിയെ കുറിച്ച് മാത്രം ചോദിച്ചുകൊണ്ട് എന്തായിരിക്കും? ഒരു റിക്വസ്റ്റ് ആർക്ക് അയക്കും? എനിക്ക് അയക്കുന്നു. അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്നു? ഓ, താങ്കൾ തരാൻ വിട്ടുപോയി വേണ്ടി ഞാൻ അത് മാത്രം കൊണ്ട് അയച്ചു. അപ്പൊ മനസ്സിലായോ എങ്ങനെയാണ് ചേഞ്ചസ് വരുമ്പോൾ മാത്രം അപ്ഡേറ്റ്സ് ചെയ്യുന്നത്? മനസ്സിലായോ? എല്ലാം എന്തിനെ ബേസ് ചെയ്തിട്ടാണ്? നമ്മുടെ ഹെല്ലോ മെസ്സേജിനെ ബേസ് ചെയ്തിട്ടാണ്. അതുപോലെ തന്നെ എന്തോ ഒരു കാരണവശാൽ ഈ ലിങ്ക് ഡൗൺ ആയെന്ന് വിചാരിക്കാം. അങ്ങനെ ഡൗൺ ആയാൽ എത്ര നേരം വരെ ഹോൾഡ് ചെയ്യും?
15 സെക്കൻഡ് വരെ ആര് ഹോൾഡ് ചെയ്യും? അമൽ ഹോൾഡ് ചെയ്യും. ഓക്കെ, പറഞ്ഞ പോകാൻ മനസ്സിലായോ? അമൽ, ഞാൻ 39 ഇയേഴ്സ് ഓൾഡ് ആണ്, എന്നെക്കാളും താഴെയല്ലേ? അതെ അതെ. ഓക്കെ, സമാധാനം. ഓക്കെ, അപ്പം 15 സെക്കൻഡ് ഇവരെ എന്ത് ചെയ്യും? ഹോൾഡ് ചെയ്ത് വയ്ക്കും. ഓക്കെ, 15 സെക്കൻഡ് വരെ ഹോൾഡ് ചെയ്ത് വയ്ക്കും. ഓക്കെ, അതിനുള്ളിൽ വന്നില്ല എന്നുണ്ടെങ്കിൽ ആരെ കുറിച്ച് മറക്കും? എന്നെ കുറിച്ച് അങ്ങോട്ട് ഫ്ലഷ് ഔട്ട് ചെയ്യും. പുള്ളിക്കാരൻ മെമ്മറി കത്തുള്ള എല്ലാം അങ്ങോട്ട് കളയും. പിന്നീട് ഞാൻ അപ്പായി വന്നാൽ എഗെയിൻ എന്ത് സംഭവിക്കും? സെയിം പർപ്പസ് എഗെയിൻ നടക്കും. ക്ലിയർ? ഇതാണ് R2 റൗട്ട് ഒഴിവാക്കും 15 അതെ, സെക്കൻഡ്സ് അങ്ങോട്ടുള്ള. അല്ലെങ്കിൽ എന്താ സംഭവിക്കാമല്ലേ? അങ്ങോട്ട് വെറുതെ അയച്ചുകൊണ്ടിരിക്കില്ലേ ഹലോ മെസ്സേജ്, ഒരു കാര്യമില്ലാണ്ട് ഓക്കെ ഓക്കെ. അങ്ങോട്ട് അയച്ചു. നമ്മൾ അത്രയും നമ്മുടെ യൂട്ടിലൈസേഷൻ വേസ്റ്റ് ആവുകയല്ലേ? 15 സെക്കൻഡ് വരെ ഹോൾഡ് ചെയ്തു. ഇപ്പോ അമൽ എനിക്ക് കോൾ ചെയ്തു, ഹലോ ഹലോ സർ, ഹലോ ഹലോ, 3 പ്രാവശ്യം പറഞ്ഞിട്ട് റിപ്ലൈ ഒന്നും വന്നില്ലെങ്കിൽ അമൽ എന്തെങ്കിലും വെച്ചിട്ട് പോലെ എന്ന് പറയുന്നത് തന്നെ. അപ്പൊ ഇവിടെ എന്താണ്, നൈബർഷിപ്പ് ഫോം ആവും. ഫോം ആയി കഴിഞ്ഞാൽ 15 സെക്കൻഡ് വരെ അപ്ഡേറ്റ് ഒന്നും കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നൈബറെ കുറിച്ച് മറക്കും. നമുക്ക് ഓപ്ഷൻ ഉണ്ടല്ലോ, പിന്നെ അയാള് അപ്പായി തരുന്ന സമയത്ത് പിന്നെ നമുക്ക് സമ്മറി അയച്ച് അപ്ഡേറ്റ് കൊടുക്കാമല്ലോ. ഓക്കെ. എന്തിന് വെറുതെ ഭാരിച്ച ഭാരങ്ങൾ നമ്മുടെ ടേബിളിനകത്ത് വെക്കണം? അതാണ് അൾട്ടിമേറ്റ് ഉദ്ദേശം. ക്ലിയർ? Clear. അപ്പൊ നമ്മളിപ്പോ പറഞ്ഞ മെക്കാനിസം വിളിക്കുന്ന പേരാണ്, ഹെല്ലോ മെസ്സേജ് അയക്കുന്ന സമയത്ത് സംഭവിക്കുന്ന മെക്കാനിസം വിളിക്കുന്ന പേരാണ് നൈബർ റിലേഷൻഷിപ്പ്, അഥവാ എന്ത് വിളിക്കാം നമുക്ക്? ടു വേ സ്റ്റേറ്റ് എന്ന് വിളിക്കാം. ഞാൻ പറഞ്ഞ കാര്യങ്ങളാണ് ഉള്ളത്. അതുപോലെ നൈബറിലോട്ട് അപ്ഡേറ്റുകൾ സെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന മൾട്ടികാസ്റ്റ് അഡ്രസ് ആണ് 224.0010 എന്ന് പറയുന്ന അഡ്രസ് യൂസ് ചെയ്തിട്ടാണ് നൈബേഴ്സിലോട്ട് എന്ത് ചെയ്യുന്നത്? സമ്മറികൾ അയക്കുന്നത്. അങ്ങനെ സമ്മറി അയച്ചു കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും റൂട്ടിംഗ് അപ്ഡേറ്റ്സ് അയച്ചു കഴിഞ്ഞാൽ, അതായത് എന്റെ നെറ്റ്വർക്കിനെ കുറിച്ച് അയക്കുന്നതിന് വിളിക്കുന്ന പേരാണ് അഡ്ജസൻസി എന്ന് വിളിക്കുന്നത്. എന്താ വിളിക്കുന്നത്? അഡ്ജസൻസി, അഥവാ ഫുൾ റിലേഷൻഷിപ്പ് എന്ന് നിങ്ങൾക്ക് വേണമെങ്കിൽ പറയാം. യെസ്. അപ്പൊ നമ്മൾ പറഞ്ഞത് EAGRP എത്ര സെക്കൻഡ് കൂടുമ്പോഴാണ് ഹെല്ലോ മെസ്സേജ് അയക്കുന്നത്? 5 സെക്കൻഡ് കൂടുമ്പോൾ. എത്ര സെക്കൻഡ് വരെ ഹോൾഡ് ചെയ്യുന്നു? 15 സെക്കൻഡ് വരെ ഹോൾഡ് ചെയ്യുന്നു. ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാം. ചേഞ്ച് ചെയ്യാനുള്ള സിൻടാക്സ് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. നമ്മൾ നോർമലി ചേഞ്ച് ചെയ്യാറില്ല. വേണമെങ്കിൽ ഹെല്ലോ മെസ്സേജ് ഹോൾഡ് ഒക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? കുറച്ചുകൂടി ഫാസ്റ്റ് ആവണം, കണക്ഷൻ ഒക്കെ പെട്ടെന്ന് അപ്പ് ആവണം എന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഈ രീതിയിൽ നിങ്ങൾക്ക് മാറ്റം വരുത്താം. അവർ ബൈ ഡിഫോൾട്ട് എല്ലാം കണ്ടുവച്ചിട്ടാണ് ഈ ഒരു സെക്കൻഡ്സ് തന്നിരിക്കുന്നത്. ഇത് തന്നെ കീപ്പ് ചെയ്യാൻ റെക്കമെൻഡ് ചെയ്യുന്നത്. അതെല്ലാം നിങ്ങൾക്ക് കുറയ്ക്കണം എന്നുണ്ടെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന കമാൻഡ് യൂസ് ചെയ്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? അത് വേണമെങ്കിൽ നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാം. ക്ലിയർ? സാർക്ക് ഒരു 50 റൗട്ടേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ ടൈം എടുക്കും അപ്ഡേറ്റ്സ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ? തീർച്ചയായിട്ടും ടൈം എടുക്കും. അപ്പൊ വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ ചെയ്യാം. സെക്കൻഡ്സ് വേണമെങ്കിൽ കുറച്ച് വയ്ക്കാം. പറയടാ. അതിനുള്ള ഒരു അടുത്ത ആൻസർ ഞാൻ പറയാൻ വേണ്ടി പോകുന്നത്. ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ എത്ര സെക്കൻഡ് കൂടുമ്പോൾ ഹെല്ലോ മെസ്സേജ് അയക്കുന്നത്? 5 സെക്കൻഡ്സ്. എന്താടാ? അപ്ഡേറ്റ് പാക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ കയ്യിലിരിക്കുന്ന നോൺ ഇല്ലടാ, ക്ലാസ് നടക്കുക. അപ്ഡേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ കയ്യിൽ ഇരിക്കുന്ന നെറ്റ്വർക്ക്സ്. അപ്പൊ എന്തായിരിക്കും കൊറി പാക്കറ്റ്? നീ കഴിച്ചോ? R1 റൗട്ടർ, ഓക്കെ, R2 റൗട്ടർ. ഇവിടെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞിരിക്കുന്ന 100 പറഞ്ഞ നെറ്റ്വർക്ക് ഇരിക്കുന്നത്. എനിക്ക് ഈ പറഞ്ഞ 100 പറഞ്ഞ നെറ്റ്വർക്കിലോട്ട് പോകാൻ എനിക്ക് വേറെ പാത്ത് കൂടി അവൈലബിൾ ആണ്. ബട്ട് ഇതിനകത്ത് ബെസ്റ്റ് റൂട്ട് ഏതാണെന്ന് ഇമാജിൻ ചെയ്യാം. ഈ ലിങ്ക് ആണ്. പറഞ്ഞ പോയിന്റ് മനസ്സിലാവുണ്ടോ? ഈ ലിങ്ക് ആണ്. എന്തോ ഒരു കാരണവശാൽ ഇയാൾ ഡൗൺ ആയി. ഇയാൾ ഡൗൺ ആവുന്ന സമയത്ത് നോർമലി R1 കേസിൽ എന്താവും? R1 100 നെറ്റ്വർക്ക് എത്ര ആഗ്രഹമുണ്ട്. അപ്പൊ അയാളുടെ നൈബർ ആയിട്ടുള്ള R3 ചോദിക്കുകയാണ്, R3 ഇങ്ങനെ 100 പറയുന്ന ആൾ ഡൗൺ ആയിരിക്കുന്നു, അങ്ങോട്ട് പോകാനുള്ള മാർഗങ്ങൾ താങ്കളുടെ കയ്യിൽ വല്ല ഉണ്ടോ എന്ന് ചോദിക്കുന്ന മെസ്സേജിന് വിളിക്കുന്ന പേരാണ്. അതായത് ഓൾട്ടർനേറ്റീവ് പാത്ത് ഉണ്ടോ? എനിക്ക് ഡെസ്റ്റിനേഷനിൽ പോയി കഴിഞ്ഞാൽ എനിക്ക് ആരുമില്ല, എന്റെ നൈബർ ആയിട്ട് R3 മാത്രമേ ഉള്ളൂ. ഇനി അയാളുടെ അടുത്തല്ലാണ്ട് പിന്നെ ആരുടെ അടുത്ത് ചോദിക്കുക? അതെ, എനിക്ക് 100 കുറിച്ചുള്ള നെറ്റ്വർക്കിനെ കുറിച്ചുള്ള അപ്ഡേറ്റ് നഷ്ടപ്പെട്ടിരിക്കുന്നു, താങ്കൾക്ക് അങ്ങോട്ട് റീച്ച് ചെയ്യാനുള്ള മാർഗം വല്ല അറിയാമോ ചോദിക്കുന്ന ആ മെസ്സേജിന് വിളിക്കുന്ന പേരാണ് കൊറി പാക്കറ്റ്. അതിന് റിപ്ലൈ കൊടുക്കുന്ന മെസ്സേജിന് വിളിക്കുന്ന പേരാണ് റിപ്ലൈ പാക്കറ്റ്. ആ കൊറിക്ക് R3 റിപ്ലൈ കൊടുക്കല്ലോ, ഇല്ലെങ്കിൽ ഇല്ല. എന്താണോ കൊടുക്കുന്നത് ആ റിപ്ലൈ വിളിക്കുന്ന പേരാണ് റിപ്ലൈ. ഓക്കെ, ആ കൊറിയെ വിളിക്കുന്ന പേരാണ് റിപ്ലൈ എന്ന് പറയുന്നത്. പിന്നെ കോമൺ ആയിട്ട് വരുന്ന അപ്ഡേറ്റിന്റെ റിപ്ലൈ, കൊറിയുടെ റിപ്ലൈ ഇതെല്ലാത്തിനും കോമൺ ആയിട്ട് വിളിക്കുന്ന പേരാണ് അക്നോളജ്മെന്റ്. ക്ലിയർ? ഇത്രയും പാക്കറ്റ്സ് ആണ് നമുക്ക് ഇതിനകത്ത് വരുന്നത്, EAGRP-കകത്ത് വരും. ക്ലിയർ അല്ലേ? പിന്നെ നമുക്ക് ഏറ്റവും ചെറിയ ലാബ്, ഏറ്റവും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ലാബ്, വളരെ എളുപ്പത്തിൽ നിങ്ങളിപ്പോൾ സ്റ്റാറ്റിക് ചെയ്തു, ഡീഫോൾട്ട് ചെയ്തു, അല്ലെങ്കിൽ ഡീഫോൾട്ട് പഠിച്ചു, അതുപോലെ തന്നെ ODR നിങ്ങൾ ചെയ്ത് നോക്കി, ഇങ്ങനെയൊന്നും അല്ല. ഓക്കെ, റിയൽ ടൈമിൽ ഈ റൗട്ടിംഗ് പ്രോട്ടോക്കോളിനകത്ത് വരുന്ന പ്രത്യേകത പറഞ്ഞു കഴിഞ്ഞാൽ, സാധാരണ നമ്മൾ സ്റ്റാറ്റിക് ചെയ്തപ്പോൾ എന്താ ചെയ്തേ? എല്ലാ അൺനോൺ നെറ്റ്വർക്ക്സ് ആണ് പറഞ്ഞല്ലേ,
എല്ലാ അൺനോൺ നെറ്റ്വർക്ക്സ് പറഞ്ഞു, അതിന്റെ സബ്നെറ്റ് മാസ്ക് പറഞ്ഞു, അങ്ങോട്ട് പോകാനുള്ള ഗേറ്റ് വേ അഥവാ നെക്സ്റ്റ് ഹോപ്പിനെ കുറിച്ചൊക്കെ പറഞ്ഞിട്ട് നമ്മൾ അങ്ങോട്ട് പോയെ. ഇവിടെ അതിന്റെ ഒന്നും ആവശ്യമില്ല. R1 അറിയാവുന്ന നെറ്റ്വർക്ക് ഏതൊക്കെയാണ്? R1 ഡയറക്ട്ലി കണക്റ്റഡ് 1 അല്ലേ? വൺ ഒരു നെറ്റ്വർക്ക് ആണ്. IPL അവിടുന്ന് നെറ്റ്വർക്ക്. അതുപോലെ 2 എന്ന് പറയുന്ന നെറ്റ്വർക്ക് എന്താണ്? നമുക്ക് ഡയറക്ട്ലി കണക്റ്റഡ് ആണ്. അപ്പൊ ജസ്റ്റ് ആ പ്രോട്ടോകോളിനകത്ത് കയറിയിട്ട് നമ്മൾ എന്ത് മാത്രം പറഞ്ഞാൽ മതി? അറിയാവുന്ന കാര്യങ്ങൾ മാത്രം അങ്ങോട്ട് പബ്ലിഷ് ചെയ്യാം. എത്ര എളുപ്പം നോക്കിക്കേ. സബ്നെറ്റ് മാസ്ക് ഇല്ല, നെക്സ്റ്റ് ഹോപ്പ് കൊടുക്കണ്ട, അഥവാ ഗേറ്റ് കൊടുക്കണ്ട. എന്ത് മാത്രം കൊടുത്താൽ മതി? EIGRP നേരെ നോക്കുക, 1ഉം 2ഉം ആ 2 IP-യുടെ നെറ്റ്വർക്ക് അങ്ങോട്ട് പബ്ലിഷ് ചെയ്ത് കൊടുക്കുക, കഴിഞ്ഞു. അതേപോലെ തന്നെ R2 ഡയറക്റ്റ് കണക്ട് ഏതൊക്കെയാണ്? 2ഉം 3ഉം. Three. അത് മാത്രം അങ്ങോട്ട് പബ്ലിഷ് ചെയ്താൽ മതി, തീർന്നു. വളരെ ഈസി, ഒരു പ്രശ്നമില്ല. ആരും നോക്കിക്കോളും. EIGRP പറയുന്ന പ്രോട്ടോകോൾ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ അവർ 5 സെക്കൻഡ് കൊണ്ട് വായിക്കുകയോ 15 സെക്കൻഡ് കൊണ്ട് വായിക്കുകയോ എന്തെങ്കിലുമൊക്കെ ചെയ്തോട്ടെ. നമുക്ക് എന്താണ്? എനിക്ക് R1 ന്ന് എങ്ങോട്ട് ആക്സസ് കിട്ടണം? 3 പറയുന്ന നെറ്റ്വർക്ക് കിട്ടണം. R2 ന്ന് എനിക്ക് എങ്ങോട്ട് കിട്ടണം? 1 എന്ന് പറയുന്ന നെറ്റ്വർക്ക് കിട്ടണം. നമുക്ക് നമ്മുടെ ആവശ്യത്രേ ഉള്ളൂ, അതങ്ങോട്ട് ചെയ്യാം. ഇത്ര ഓക്കെ അല്ലേ പറഞ്ഞത്? അപ്പൊ ഈ ലാബ് ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്തോളൂ. ഞാൻ ഒന്ന് ചെയ്തൊന്ന് കാണിച്ചു, ഇനീഷ്യലും റൗട്ടിങ് ചെയ്തൊന്ന് കാണിച്ചു. ഇതുപോലെ നിങ്ങളും പ്രാക്ടീസ് ചെയ്യണുണ്ടോ? ഓക്കെ, എടുത്തില്ലേ? സർ. അത് VMware വർക്ക് ചെയ്യുന്നതുകൊണ്ട് ഇച്ചിരി ടൈം എടുക്കും. ഒരു minute. അത് ലോഡേ വന്നു കേട്ടോ. ഒരു minute. സാറേ ഈ GNS3 ഇൻസ്റ്റാളേഷൻ ഒക്കെ എടുത്തായിരുന്നോ? ആ, Yes. ഇവിടെ വന്നിട്ടുണ്ട്. പേര് കൊടുത്തിട്ടില്ല. നമുക്ക് കാണാൻ വേണ്ടി കൊടുക്കുന്നതാണ്, അകത്ത് കയറി കൊടുക്കുന്നതാണ് വാല്യൂ. ടോപ്പോളജി കാണുമ്പോൾ ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ട് കൊടുക്കുന്നു.
യെസ്, നമ്മൾ റൗട്ടിനകത്ത് കയറി. റൗട്ടിന്റെ കൺസോൾ ഒക്കെ നമ്മുടെ മുന്നിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ പ്രിവിലേജ് മോഡിനകത്താണ്. ജസ്റ്റ് കോൺഫിഗറേഷൻ മോഡിനകത്ത് കയറുക. ഈ GNS3 പറയുന്ന ആപ്ലിക്കേഷൻ പ്രത്യേകത പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ നോ IP ഡൊമൈൻ ലുക്കപ്പ് കമാൻഡ് കൊടുക്കാറില്ലേ, അത് ബൈ ഡിഫോൾട്ട് ഉണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ GNS3 യൂസ് ചെയ്യുന്ന തന്നെ അഡ്വാൻസ് ലെവലിൽ പഠിക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ്. അവർ എന്തായാലും CCNA കഴിഞ്ഞിട്ടുള്ള ആൾക്കാരൊക്കെ ഇങ്ങോട്ട് വരുന്നത്. അതുകൊണ്ട് തന്നെ നോ IP ഡൊമൈൻ ലുക്കപ്പ് പറയുന്ന കമാൻഡ് അവിടുന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. അത് ഇതിനകത്ത് ഓൾറെഡി ഉണ്ട്, നമുക്ക് കാണിച്ചു തരാം. നമ്മൾ കൊടുക്കേണ്ട ആവശ്യമില്ല. അതായത് നമ്മൾ സില്ലി തിങ്സിന് വേണ്ടി നിങ്ങൾ ടൈം വേസ്റ്റ് ചെയ്യേണ്ടെന്ന് പറയുന്നത്. നമ്മൾ സ്റ്റാർട്ടിങ് പഠിക്കുന്ന സമയത്ത് പാക്കറ്റ് റിസർച്ച് ചെയ്യുമ്പോൾ മസ്റ്റ് ചെയ്ത് പഠിച്ചോളാം. അതായത് അഡ്വാൻസ് ലെവലുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഈ GNS3 ഉള്ളത്. അതുകൊണ്ട് നോ IP ഡൊമൈൻ ലുക്കപ്പ്, അതുപോലെ തന്നെ നിങ്ങളുടെ പേര് കൊടുത്ത് കഷ്ടപ്പെടേണ്ട, ഹോസ്റ്റിംഗ് ഒന്നും കൊടുക്കേണ്ട. R1 ഫസ്റ്റ് റൗട്ട് ആണെങ്കിൽ R1 ആയിരിക്കും, സെക്കൻഡ് റൗട്ട് R2 ആയിരിക്കും, അങ്ങനെ ഓർഡറിലായിരിക്കും കൊടുത്തിട്ടുണ്ടാകും. പക്ഷെ നിങ്ങൾ ആ ബേസിക് തിങ്സ് പഠിക്കുന്ന പാക്കറ്റ് റിസർച്ച് പഠിക്കുന്ന സമയത്ത് പഴയ ക്ലാസ്സിനകത്ത് എങ്ങനെയാണ് എടുത്ത് അതുപോലെ തന്നെ പഠിക്കുക. ഇതിനകത്ത് ഓൾറെഡി ഉള്ളത് കൊണ്ടാണ് ഞാൻ കൊടുക്കാത്ത പേരും നോ IP ഡൊമൈൻ ലുക്കപ്പും. അതുകൊണ്ട് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ L1 ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് IP ആഡ് എത്രയാണ് 1.0.0.1 സിംഗിൾ സ്പേസ്. അതിന്റെ മാസ്ക് എത്രയാണ് 255.0.0. Then shut down, then exit. ഫസ്റ്റ് ഇന്റർഫേസ് കോൺഫിഗർ ചെയ്ത് കഴിഞ്ഞു. അടുത്ത ഇന്റർഫേസ് S1/0 IP ആഡ് 2.0.0.1 സിംഗിൾ സ്പേസ് മാസ്ക് 255.0.0.0. shut down, exit. അപ്പോ R1ന്റെ എന്താ തീർന്നത്? ഇനീഷ്യൽ കോൺഫിഗറേഷൻ തീർന്നു. ഇനീഷ്യൽ കോൺഫിഗറേഷൻ കഴിഞ്ഞ് ചെക്ക് ചെയ്യേണ്ട കമാൻഡ് യെസ്, ഇനീഷ്യൽ കോൺഫിഗറേഷൻ ഒക്കെ ആണ്. ഇനി നമ്മൾ എന്ത് മാത്രം ചെയ്താൽ മതി? എന്തൊരു സ്റ്റെപ്പ് കഴിയുമ്പോഴും അത് അപ്പോൾ തന്നെ സേവ് ചെയ്യാൻ വേണ്ടി പഠിക്കുക. ഇപ്പൊ ഡു റൈറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അത് സേവ് ആയിക്കോളും. ഇനി നമുക്ക് സെക്കൻഡ് ഡിവൈസ് ആണുള്ളത്. സെക്കൻഡ് ഡിവൈസിന്റെ ഇനീഷ്യൽ കോൺഫിഗറേഷൻ ലെഫ്റ്റ് സൈഡ് സ്റ്റാർട്ട് ചെയ്യാം. സ്പേസ് S1/0 IP add 2.0.0.2 mask 255.0.0. Not shut down, exit. Interface കൂടിയുണ്ട്. Interface L1 IP add 3.0.0.1 fill space 255.0.0. Now shut, exit. അപ്പോ രണ്ട് ഡിവൈസിന്റെയും ഇനീഷ്യൽ കോൺഫിഗറേഷൻ കഴിഞ്ഞു. കൊടുത്ത IP-കളെല്ലാം കറക്റ്റ് ആണ്. ഇപ്പോൾ ഇതേപോലെ തന്നെ ഫോളോ ചെയ്യുക. IP-കളെല്ലാം ഓക്കെ ആണ്. അപ്പൊ എന്ത് ചെയ്യാം? ഇനീഷ്യൽ കഴിഞ്ഞു. ഇനീഷ്യൽ കഴിഞ്ഞുകൊണ്ട് നമുക്ക് അൺനോൺ നെറ്റ്വർക്കോട് കമ്മ്യൂണിക്കേഷൻ കിട്ടുമോ? ഇല്ല. നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഡു പിങ് അൺനോൺ IP ഏതാണ്? 3.0.1. കണ്ടിരിക്കുക. തീർച്ചയായിട്ടും നമുക്കറിയാം കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവില്ല. നമുക്ക് ഡയറക്ട്ലി കണക്റ്റഡ് ആയിരിക്കുന്ന പോയിന്റിലോട്ട് മാത്രമായിരിക്കും നമുക്ക് എന്തിട്ടാ കമ്മ്യൂണിക്കേഷൻ കിട്ടുക. ഓക്കെ, അപ്പൊ നമുക്ക് കമ്മ്യൂണിക്കേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് സ്റ്റെപ്പ് 2 എന്താണ്? നമ്മൾ പഠിച്ച EIGRP എനേബിൾ ചെയ്യാന്നുള്ളതാണ്. EIGRP എനേബിൾ ചെയ്യാൻ വേണ്ടി യൂസ് കമാൻഡ് റൗട്ടർ EIGRP കൊടുത്ത നമ്പർ എത്രയാണ്? 100 ഏതായാലും കുഴപ്പമില്ല. 100 and 100. റൗട്ടർ EIGRP 100 ഇഷ്ടമുള്ള നമ്പർ യൂസ് ചെയ്യാം. ദെൻ പുതിയൊരു മോഡ് നിങ്ങൾ കാണുന്നത് ഹൈഫൻ റൗട്ടർ എന്ന് കണ്ടു കഴിഞ്ഞാൽ എന്ത് മനസ്സിലാക്കുക? ഇതിനെ വിളിക്കുന്ന പേരാണ് റൗട്ടർ മോഡ്. എന്താ വിളിക്കുന്നത്? പുതിയ മോഡാണ് റൗട്ടർ മോഡ്. ഹൈഫൻ റൗട്ടർ എന്ന് കണ്ടു മനസ്സിലാക്കുക ഏതോ ഒരു റൗട്ടിംഗ് പ്രോട്ടോകോളിനകത്താണ്. മനസ്സിലായോ? ഏത് റൗട്ടിംഗ് പ്രോട്ടോകോളിനകത്താണെങ്കിലും കാണിക്കുന്ന മോഡാണ് ഹൈഫൻ റൗട്ടർ. പല ആൾക്കാർ അതിന് പ്രോട്ടോകോൾ മോഡ് എന്ന് പറയാറുണ്ട്. തെറ്റാണ്. റൗട്ടർ മോഡ് എന്നാണ് പറയുന്നത്. എന്താ പറയുന്നത്? റൗട്ടർ മോഡ്. അപ്പൊ നമുക്ക് അറിയാവുന്ന നെറ്റ്വർക്ക്സ് ഏതൊക്കെയാണ്? നെറ്റ് ഫുള്ള് കൊടുക്കേണ്ട ആവശ്യമില്ല. നെറ്റ് എന്ന് ഷോർട്ട് ആയിട്ട് കൊടുത്താൽ 1.0.0.0 എൻ്റർ ചെയ്യുക. ഒരു നെറ്റ്വർക്ക് കൂടി നമുക്ക് അവൈലബിൾ ആണ് 2.0.0.0. ക്ലാസ് ഉണ്ട് ഖലീൽ ഭായ്. ഇത്രേ ഉള്ളൂ. എന്തെന്ന് പറയുന്നത്? റൗട്ടിങ് വളരെ ഈസിയാണ്. അതേപോലെ തന്നെ സെക്കൻഡ് ഡിവൈസിനകത്തും പേര് നമുക്ക് എന്ത് ചെയ്യണം? ഇതേപോലെ പറഞ്ഞു കൊടുക്കണം. റൗട്ടർ EIGRP 100 നെറ്റ് ഏതൊക്കെയാണ്? 2.0.0.0 അതേപോലെ 3.0.0. നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചായിരുന്നു, ഒരു നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നുണ്ടോ? അതിന്റെ ലാസ്റ്റ് എഴുതിയിരിക്കുന്ന നോക്കിക്കേ. അഡ്ജസൻസി പറഞ്ഞാൽ എന്താണ്? ഓർമ്മയുണ്ടോ? ഫുൾ റിലേഷൻഷിപ്പ്. ഇപ്പൊ ഇവർ തമ്മിൽ എന്താണ്? അതായത് നമ്മൾ നിൽക്കുന്ന റൗട്ടർ ഏതാ? R2 അല്ലേ? R2ന്റെ നൈബർ IP എത്രയാ? R2ന്റെ നൈബറിന്റെ IP
ആലോചിച്ച് പറയാം. R2ന്റെ നൈബർ ഐ പി എന്ന് വെച്ചാൽ R1ന്റെ ഐ പി ഏതാ? 2.0.0.1. 1 അല്ലെ? 2.0.0. അതായത് അയാളുടെ വീട്ടിലോട്ട് കയറി ചെല്ലും. നമ്മൾ നിൽക്കുന്ന R2 ആണ്. നിൽക്കുമ്പോ R2 അപ്പൊ നൈബർ ഐ പി ഏതാണ്? 2.0.0.1 എന്ന് പറയുന്ന ആളായിട്ട് എന്ത് സംഭവിച്ചിരിക്കുന്നു? ന്യൂ അഡ്ജസൻസി, പുതിയ മുഴുവൻ ബന്ധം അല്ലെങ്കിൽ ഫുൾ റിലേഷൻഷിപ്പ് ആയിരിക്കുന്നു. ഓക്കെ, അപ്പൊ തീർച്ചയായിട്ടും നമുക്ക് അവിടുന്ന് ഇങ്ങോട്ട് ഇവിടുന്ന് അങ്ങോട്ട് എന്ത് കിട്ടണം? കമ്മ്യൂണിക്കേഷൻ കിട്ടണം അല്ലേ? ഞാൻ പിങ് അടിക്കുന്നു. നേരത്തെ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. 3.0.0.1 ബും, എന്ത് കിട്ടി? ഇപ്പൊ 100% കമ്മ്യൂണിക്കേഷൻ ആണ്. നൈബർഷിപ്പ് ഫോം ആയി. ഇനി റൗട്ടിംഗ് ടേബിൾ കാണാൻ കമന്റ് എന്താണ്? ഫ്ലോ IP റൂട്ട്. യെസ്. അപ്പോ ഞാൻ പറഞ്ഞ പോലെ ഡി പറയുന്ന ലെറ്റർ നേരെ നോക്കിക്കേ. ഡി പറയുന്ന നെറ്റ്വർക്ക് കാണിക്കുന്നുണ്ട് അല്ലെ? ബ്രാക്കറ്റിൽ 90 ഇന്റേണൽ EAGRP ആയതുകൊണ്ട് ബ്രാക്കറ്റിൽ 90 എന്ന് കാണിക്കുന്നുണ്ട്. ഏത് വഴിയാണ് എനിക്ക് ആ ഇൻഫർമേഷൻ കിട്ടിയിരിക്കുന്നത്? R1 വയാ 2.0.0.2 എന്ന് വെച്ചാൽ R2ന്റെ IP. ബാക്കി രണ്ടെണ്ണം എന്താണ്? CC കാണിക്കുന്ന എന്താണ്? R1ന്റെ കേസിൽ ഡയറക്ട്ലി കണക്റ്റഡ് നെറ്റ്വർക്ക്സ് അല്ലെ? ഡയറക്ട്ലി കണക്റ്റഡ് ആണ്. സി മീൻസ് കണക്റ്റഡ് ആണ്. അവരെ കുറിച്ച് നമുക്ക് ബോധേണ്ട ആവശ്യമില്ല. നമുക്ക് വേണ്ട എന്താ? വെളിയിൽ നിന്നും വന്നിരിക്കുന്ന, അതായത് അൺനോൺ നെറ്റ്വർക്ക്സ് ഏതൊക്കെയാണ് എന്ന് ചെക്ക് ചെയ്യണം. അൺനോൺ നെറ്റ്വർക്കിന് നേരെ എന്താ കൊടുത്തിരിക്കുന്നത്? ഡി പറയുന്ന ലെറ്റർ കൊടുത്തിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ഈ കിട്ടാതിരുന്നത്? ഈ ആരടിച്ചുകൊണ്ട് പോയി? ഇവിടെ കാണണല്ലോ. AGP. ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് നമ്മുടെ IGP EGP പറയുന്ന പ്രോട്ടോകോൾ ഔട്ട്ഡേറ്റഡ് ആണ്. അപ്പൊ അതിന് പകരം നമ്മൾ യൂസ് ചെയ്യുന്ന പ്രോട്ടോകോൾ ആണ് EGP. EGP എന്ന് പറയുന്നത് ബോർഡർ ഗേറ്റ്വേ പ്രോട്ടോകോൾ. അതുകൊണ്ടാവാം മേ ബി അത് കാണിക്കാത്തത്. ലേറ്റസ്റ്റ് വോയിസ് ആയതുകൊണ്ട് ഇതിനകത്ത് കാണിക്കുന്നില്ല. മേ ബി അങ്ങനെ ആവാം. യെസ്. അപ്പൊ EIGRPയുടെ പറഞ്ഞോളൂ. DX എന്ന് പറഞ്ഞില്ലേ നേരത്തെ? ആ. അത് ഇതിൽ കാണിക്കില്ല. ഇതിനകത്ത് വേറെ AS വന്നിട്ടുണ്ടോ? EX എന്നല്ലേ കാണിക്കുന്നത്? EAGRP എക്സ്റ്റേണലിന് EX കാണിക്കുന്നത്. അതെ, DEX. ഓക്കെ, അത് അടുത്ത ലാബ് നമ്മൾ ചെയ്യാൻ പോകുന്ന ലാബ് ഉണ്ട്, DEX. ഓക്കെ, അതിനകത്ത് നമ്മൾ നോക്കുമ്പോൾ കാണിച്ചു. 2 AS കൊടുക്കുമ്പോൾ മാത്രമാണ് വരുന്നത് അല്ലേ? ഓക്കെ. അതെ, വേറെ AS ഉണ്ടെങ്കിലല്ലേ നമുക്ക് എക്സ്റ്റേണൽ AS ആവുള്ളൂ. ഇത് കംപ്ലീറ്റ് 2 റൗട്ടറും ഉള്ളത് 100 പറയുന്ന ASനകത്താണ്. അതുകൊണ്ട് വേറെ ഒന്നും കാണിക്കേണ്ട ആവശ്യമില്ല. അപ്പൊ നമ്മുടെ അടുത്ത ലാബാണ് ഇത്. ക്ലിയർ അല്ലേ? റൗട്ടിംഗ് ടേബിൾ ചെക്ക് ചെയ്തു, എല്ലാം വെരിഫൈ ചെയ്തു, ഓക്കെ ആണ്. ഇനി നമുക്ക് EIGRP മൾട്ടി AS. ഇവിടെ നിങ്ങൾ പറഞ്ഞ പോലെ എന്ത് വന്നിട്ടുണ്ട്? വേറൊരു AS വന്നിട്ടുണ്ട് അല്ലെ? R1നകത്ത് EIGRP 100നകത്ത് കയറി പറയുന്ന നെറ്റ്വർക്ക്സ് ഏതൊക്കെയാണ്? 10.0, 20.0. അതേപോലെ തന്നെ R2ന്റെ 100നകത്ത് കയറി പറയുന്ന നെറ്റ്വർക്ക് ഏതൊക്കെയാണ്? 20.0, 30.0. ദെൻ എക്സിറ്റ് ചെയ്തിട്ട് ഏതിനകത്ത് കയറണം? 200 കയറിയിട്ട് 40, 50 പറഞ്ഞു കൊടുക്കുക, കഴിയും. R3 പറയുന്ന റൗട്ടിനകത്ത് കയറിയിട്ട് 200നകത്ത് കയറിയിട്ട് ഏതൊക്കെ പറഞ്ഞു കൊടുക്കണം? 50, 50 പറഞ്ഞു കൊടുക്കണം. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ R2ന്റെ കേസിൽ എന്തായിരിക്കും? എല്ലാവരും എന്താണ് R2ന്റെ കേസിൽ? R2 രണ്ടിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നതുകൊണ്ട് R2 അൺനോൺ നെറ്റ്വർക്ക് അഡ്രസ് ഏതൊക്കെയാണ്? 10.0യും 60.0യും. ഇതിന് നേരെ എന്തായിരിക്കും കാണിക്കുന്നത് R2ന്റെ കേസിൽ? R2 രണ്ടിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നില്ലേ? R2 രണ്ടിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നതുകൊണ്ട് അയാൾക്കെല്ലാം D ആയിരിക്കും. എന്നാൽ ഈ R3യിൽ നിന്ന് വരുന്ന അപ്ഡേറ്റുകൾ എന്ന് വെച്ചാൽ 40 ആയിക്കോട്ടെ, 50 ആയിക്കോട്ടെ, 60 ആയിക്കോട്ടെ, ഇയാൾക്ക് ഏതിലായിട്ടുള്ള കാണിക്കാം? 40.0 ആയിക്കോട്ടെ, 50.0 ആയിക്കോട്ടെ, 60.0 ആയിക്കോട്ടെ, ഇതിന് നേരെയല്ല എന്തായിരിക്കും കാണിക്കുന്നത്? നേരത്തെ മിഥുൻ ചോദിച്ച പോലെ DEX ആയിരിക്കും കാണിക്കുന്നത്. AD എത്രയായിരിക്കും? എന്നാൽ R1ന്റെ കേസിൽ ഈ 30.0 എന്തായിരിക്കും കാണിക്കുന്നത്? നേരെ എന്തായിരിക്കും? D എന്നായിരിക്കും. AD എത്രയായിരിക്കും? ബിക്കോസ് 30.0 പറയുന്നത്
EHRP 100-നകത്ത് വരുന്നതാണ്, സ്വന്തം AS-നകത്ത് വരുന്നതാണ്. അതുകൊണ്ട് അവിടെ എന്തായിരിക്കും കാണിക്കുന്നത്? D എന്നായിരിക്കും കാണിക്കുന്നത്. ബാക്കി എല്ലാം 200-ൽ നിന്നും വരുന്ന നെറ്റ്വർക്ക്സ് ആണ്. സോ തീർച്ചയായിട്ടും അവരുടെ നേരെ എന്തായിരിക്കും കാണിക്കുന്നത്? DEX എന്നായിരിക്കും കാണിക്കുന്നത്. പറഞ്ഞൊരു ഐഡിയ കിട്ടിയോ? 170 എന്താണ്? 170 എന്ന് പറയുന്നത് AD, ഒരു പ്രോട്ടോകോളിന്റെ റിലയബിലിറ്റിയെ സൂചിപ്പിക്കുന്ന നമ്പർ വരുന്നുണ്ട്. അത് കണ്ടിട്ടില്ലേ തോന്നുന്നു, ക്ലാസ് കണ്ടിട്ടുണ്ടാവില്ല. ഓക്കെ, ആ ഈ AS നമ്പർ നമ്മൾ മാനുവലി കൊടുക്കുന്നതല്ലേ? AS നമ്പർ ഇപ്പോൾ ഇഷ്ടമുള്ള കൊടുക്കാം. അതാ പറഞ്ഞ 65,535 വരുന്ന ഏത് നമ്പർ കൊടുക്കാം. ഞാൻ ചുമ്മാ നമ്മുടെ സൗകര്യത്തിന് 100, 200, 123 ഒക്കെ കൊടുക്കാറ്. ഏത് നമ്പർ വേണമെങ്കിൽ 1000 വേണമെങ്കിൽ കൊടുത്തു, 2000 വേണമെങ്കിൽ കൊടുത്തു, നോ ഇഷ്യൂസ്. നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ കൊടുക്കുക. 2 AS വന്ന് 100, 200 ഇഷ്ടമുള്ള നമ്പർ നമുക്ക് യൂസ് ചെയ്യാം. ഓക്കെ, അതായത് നമ്മളൊരു ഓക്കെ അല്ലേ? പക്ഷെ AS നമ്മൾ കൊടുത്ത് ഇങ്ങനെ ഓരോ നെറ്റ്വർക്കിനെ നമ്മൾ സെഗ്രിഗേറ്റ് ചെയ്ത് മാറ്റി നിർത്തുന്നത് നമ്മുടെ ആ ഒരു ക്രൗഡ് മാനേജ് ചെയ്യാൻ വേണ്ടിയാണല്ലേ, എഫിഷ്യന്റ് ആയിട്ട്. തീർച്ചയായും അതെ, എഫിഷ്യന്റ് ആയിട്ട് ഒരുപാട് നമ്പേഴ്സ് വരുന്ന സമയത്ത് നമുക്ക് ഹാൻഡിൽ ചെയ്യാനുള്ള സൗകര്യത്തിന് വേണ്ടി മാത്രമാണ്. നമ്മൾ റിയൽ ടൈം നെറ്റ്വർക്കിനകത്ത് എൻ്റെ ഒരു അറിവിൽ 1, 2 AS ഒക്കെ മാക്സിമം കൊടുക്കാറുള്ളൂ. 1, 2 മാക്സിമം 3, അതിനപ്പുറമൊന്നും പോവാറില്ല. ഓക്കെ, പക്ഷെ എത്ര റൗട്ടേഴ്സ് വരുമ്പോഴാണ് നമ്മളൊരു മീൻസ് AS യൂസ് ചെയ്യാൻ റെക്കമെൻഡ് ചെയ്യുന്നത്? അതായത് ഇപ്പൊ 1, 2 റൗട്ടേഴ്സ് അല്ല 3 റൗട്ടേഴ്സ് ഉള്ള സെനാരിയോയിൽ നമ്മൾ AS യൂസ് ചെയ്യേണ്ട കേസ് ഉണ്ടോ? വേണ്ട, ആവശ്യമില്ല. നിങ്ങൾക്ക് ഒരു 3 ലൊക്കേഷനോ 10 ലൊക്കേഷനോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമില്ല. കൂടുതൽ അതിപ്പം മേലെ വരുമ്പോഴാണ് നമ്മൾ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് മിനിമം ഒരു 50 അബോക്ക് വരുന്ന ബ്രാൻഡ് ഒക്കെയാണ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അല്ലാതെ റെക്കമെൻഡ് ചെയ്യുന്നില്ല. നോർമലി ഞാൻ പറഞ്ഞല്ലോ, 90% ഡിഫറെന്റ് AS ആയിട്ട് ഞാൻ അധികം കണ്ടിട്ടില്ല. മാക്സിമം എന്തായിരിക്കും, ഒരൊറ്റ AS തന്നെ ആയിരിക്കും എല്ലാം ഉണ്ടാവുക. ഹാൻഡിൽ ചെയ്യാൻ ഭയങ്കര സൗകര്യമില്ലേ? എന്താ പറയുക, 100 റൗട്ടേഴ്സ് വരെ വരാമെന്നാ പറയുന്നത് അല്ലേ? 100 റൗട്ടേഴ്സ് വരെ നമുക്ക് വളരെ കൂളായിട്ട് ഒരൊറ്റ AS-നെ തന്നെ യൂസ് ചെയ്യാം. ഇനി ഇവിടെ നമ്മൾ ശ്രദ്ധിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ നേരത്തെ പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഡിഫറെന്റ് AS നമ്മൾ പരസ്പരം എന്ത് ചെയ്യില്ല, കമ്മ്യൂണിക്കേറ്റ് ചെയ്യില്ല. അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? റീഡിസ്ട്രിബ്യൂഷൻ ചെയ്യണം. റീഡിസ്ട്രിബ്യൂഷൻ പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, ഈ 2 AS-നെ കുറിച്ച് അറിയുന്ന ആളാരാണ്? രണ്ടിനകത്തും 2 കാല് തോണിയിൽ കാലിട്ട് നിൽക്കുന്ന ആളാരാണ്? പാർട്ട് വിചാരിച്ച് ഇവർക്ക് രണ്ടുപേർക്ക് അങ്ങോട്ട് പൊക്കിയൂടെ? പെർമിഷൻ കൊടുത്താൽ പോരെ? താങ്കൾക്ക് വരാം, താങ്കൾക്ക് പോവാം എന്ന് പെർമിഷൻ കൊടുത്താൽ പോരെ? EHRP 100-നകത്ത് കയറി ഞാൻ പറയുവാണ്, താങ്കൾക്ക് വരാം, റീഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം, ആർക്ക് സ്വാഗതം, 200 സ്വാഗതം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞു. അതുപോലെ 200 കയറിയിട്ട് താങ്കൾക്ക് ഇങ്ങോട്ടും വരാം എന്നാ, ഓക്കെ, റീഡിസ്ട്രിബ്യൂട്ട് EHRP 100 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ തീർന്നു. മനസ്സിലായോ? അപ്പം ഇങ്ങനെ ഒരു കമാൻഡ് കൊടുത്താൽ മാത്രം മതി, 2 AS തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്തോളും, പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്തു. ഓക്കെ, ഈ ഒരു ലാബ് കൂടി ചെയ്യാലോ, പ്രശ്നമില്ലല്ലോ. നോർമലി നിങ്ങളെ കൊണ്ടാണ് ഞാൻ ലാബുകളെല്ലാം ചെയ്യിക്കാറ്. ഓക്കെ, ഇപ്പൊ വീക്കിലി 3 days ആയതുകൊണ്ട് മാത്രമാണ് ഞാൻ ലാബ് ഹാൻഡിൽ ചെയ്യുന്നത്. നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിൽ ചെയ്യാം, ഞാൻ ഹെൽപ്പ് ചെയ്യാം. ഞാൻ ചെയ്താൽ മതിയോ? സാറിപ്പോ ചെയ്തോ, കുറച്ച് നമ്മൾ ചെയ്യാം. ആയിക്കോട്ടെ, അതേ നമുക്ക് ചെയ്ത് നോക്കണം. എന്ന് വെച്ചാൽ നിങ്ങൾ ചെയ്യും പറയുന്നല്ലാതെ ക്ലാസ്സിനകത്തിരിക്കുന്ന ടൈം അല്ലാതെ വേറെ ടൈം നിങ്ങൾ ഇരിക്കുന്ന എനിക്ക് തോന്നുന്നില്ല. ബിക്കോസ് നിങ്ങൾ അത്ര വർക്ക് ചെയ്യുന്ന എല്ലാവരും വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പൊ നമുക്ക് നിങ്ങളെ കുറ്റം പറയാനും പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ ക്ലാസ്സിനകത്ത് നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത്. എനിക്ക് ഇപ്പോൾ ചിലപ്പോൾ 10 days എക്സ്ട്രാ വരുമായിരിക്കും, പ്രശ്നമില്ല. നിങ്ങൾ പഠിക്കണം, അത്രേ ഉള്ളൂ. ഇത് സ്ക്രീൻഷോട്ട് എടുത്തല്ലോ, ഞാൻ ചെയ്യാം. എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ പറഞ്ഞാൽ മതി. ഓക്കെ, എടുത്തല്ലോ അല്ലേ? 1 second. വലുതാക്കണോ? ഒന്ന് സൂം ചെയ്തോ. നമ്മൾ ഏത് ലാപ്ടോപ്പ് യൂസ് ചെയ്യുന്നത്? സാംസങ് ഒരു പഴയതാ. ആണോ? അതിന്റെ സ്ക്രീൻഷോട്ട് എങ്ങനെ എടുക്കാം? സ്നിപ്പിംഗ് ടൂള്. സ്നിപ്പിംഗ് ടൂൾ ഇല്ലാതെ ഞാൻ പറയുന്നത് പ്രസ് ചെയ്യാവും. വിൻഡോസ് ബട്ടൺ പ്രിന്റ് സ്ക്രീൻ പ്രസ് ചെയ്ത് നോക്കിയത് ഫ്ലാഷ് പോലെ വന്നു നോക്കിയാൽ. വിൻഡോസ് ബട്ടൺ പ്ലസ് പ്രിന്റ് സ്ക്രീൻ ഓക്കെ, വന്നോ? ഒന്ന് ബ്ലിങ്ക് ആയോ? ഇല്ല, അത് ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നില്ല. ഇതേപോലെ ഇപ്പൊ ഞാൻ കാണിക്കും. ഞാൻ എടുത്തു. ഓക്കെ, അല്ല ഇങ്ങനെ ജസ്റ്റ് നോക്കാം കേട്ടോ, ഒന്ന് ഫ്ലാഷ് വന്ന് വേണ്ടോ? ഓക്കെ, അതുപോലെ മറ്റുള്ള സപ്പോർട്ട് ചെയ്യും. അതുകൊണ്ടായിരിക്കാം. ഓക്കെ, യെസ്. അപ്പൊ ഈ ലാബാണ് ഞാൻ ഒന്ന് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഞാൻ ഒന്ന് ചെയ്യാം. ഒന്ന് ജസ്റ്റ് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി.
ഞാൻ ഡിസൈൻ ഒന്നും ചെയ്യുന്നില്ല, ജസ്റ്റ് നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് നോക്കിയാൽ മതി. ടൈം വേസ്റ്റ് ചെയ്യുന്നില്ല. യെസ്, ക്വാണ്ടിറ്റി interface L1 എല്ലാ അഡ്രസ്സിന്റെ ഫ്രണ്ടിൽ IP add 192.168.10. സിംഗിൾ സ്പേസ് മാസ്ക് ക്ലാസ് C ആയതുകൊണ്ട് മാസ്ക് 255 then notes down, sorry, OSH exit interface S1/0 20.1 exit. അങ്ങനത്തെ രണ്ട് ഇന്റർഫേസിലുള്ളൂ. ഓക്കെ, IP ഇന്റർഫേസ്. ഓക്കെ, രണ്ട് ഇന്റർഫേസിന്റെ IP എല്ലാം കറക്റ്റ് ആണ്. സോ ഡു റൈറ്റ്. സ്റ്റെപ്പ് 1 കഴിഞ്ഞു. EHRPയുടെ ആണ് ഉള്ളത്, അത് നമുക്ക് എല്ലാത്തിന്റെ ഇനീഷ്യൽ കഴിഞ്ഞ് ചെയ്യാം. ക്വാണ്ടിറ്റി interface S1/0 IP add 192.168.20.2, right? 255.255.5.0. ഡി കൊടുക്കാൻ പറ്റും. IP add 20.02 കൊടുത്തു. ഓക്കെ, ഇനി നമുക്ക് interface L1 IP add 30.1. no SH exit interface S1/1 40.1 അല്ലേ, അതോ 50.1 ആണോ? 50 ആണോ? ഡൗട്ട് ഉണ്ടല്ലോ. 50 ആണെന്ന് തോന്നുന്നു. Interface L2 add exit show IP interface. Right. ഇനീഷ്യൽ കഴിഞ്ഞു. Phase 1/1 IP add 192.168.50.2. Phase L1 50.1. So short yes, perfectly okay. So right. അങ്ങനെ മൂന്ന് ഡിവൈസിന്റെയും ഇനീഷ്യൽ കോൺഫിഗറേഷൻ നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. അപ്പൊ ഇനി അടുത്തത് R1 എന്ന് പറയുന്ന റൗട്ടറിന്റെ
EHRP റൗട്ടിംഗ് ആണ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. റൗട്ടർ EHRP 100. ദെൻ മേലെ നോക്കുക, മേലെ കാണുന്ന IPസിന്റെ നെറ്റ്വർക്ക്സ് അങ്ങോട്ട് പബ്ലിഷ് ചെയ്യാം. ഏതൊക്കെ IP കാണുന്നത്? 20.1, 10.1. നെറ്റ് 192.168.20.0. അത് തന്നെ താഴെ 10. ഈ ആർട്ടിനകത്ത് 2 ഇന്റർഫേസ്, 100-നകത്ത് 2 ഇന്റർഫേസ് 200-നകത്താണ്. അത് മാത്രം ശ്രദ്ധിച്ചാൽ മതി. റൗട്ടർ EHRP 100. നെറ്റ്വർക്ക് ഏതൊക്കെയാണ്? ഐ തിങ്ക് 2030. 192.168.20.0. then 30. ഇതൊന്നും റൗട്ടർ EHRP 200. നെറ്റ്വർക്ക് 4050. 192.168.40.0. then 50. Yes. Then exit. ഇനി R3. റൗട്ടർ EHRP 200. മേലെ നോക്കുക 5060. ഓക്കെ. നെറ്റ് 192.168.50.0. Yes. അങ്ങനെ ഇനീഷ്യൽ കോൺഫിഗറേഷനും റൗട്ടിങ്ങും നമ്മൾ കംപ്ലീറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ പറഞ്ഞത് പ്രകാരം R2 റൗട്ടിന് എന്തായിരിക്കും? എല്ലായിടത്തേക്കും എന്ത് കിട്ടും? കിട്ടണം, കമ്മ്യൂണിക്കേഷൻ കിട്ടണം അല്ലേ? ഇപ്പൊ നമ്മുടെ ഫസ്റ്റ് ലൂപ്പ് ബാക്ക് R1 ലൂപ്പ് ബാക്ക് ആയിട്ടുള്ള 168.10. അങ്ങോട്ടും കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. അതുപോലെ തന്നെ R3 ലൂപ്പ് ബാക്ക് ആയിട്ടുള്ള 60 ലോട്ട് നമുക്ക് എന്ത് ചെയ്യാം? കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. ദെൻ ഇയാളുടെ ടേബിൾ കയറി ചെക്ക് ചെയ്താൽ എന്താ കാണിക്കുക? ഡു ഷോ IP റൂട്ട്. പറഞ്ഞതുപോലെ 10-ന്റെ നേരെയും അതുപോലെ തന്നെ 60-യുടെ നേരെയും കാണിക്കുന്ന ലെറ്റർ നോക്കിക്കേ, D പറയുന്ന ലെറ്റർ കാണിക്കുന്നത്. ഇയാൾക്ക് DX ഉണ്ടോ? ഇയാൾ രണ്ടിനകത്തും പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നതുകൊണ്ട് ഇയാൾക്ക് DX കാണിക്കില്ല. പക്ഷെ ആർക്ക് കാണിക്കും? R1-നും R3-ക്കും കാണിക്കും. അങ്ങനെ കാണിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ എന്ത് ചെയ്യണം? റീഡിസ്ട്രിബ്യൂഷൻ ചെയ്യണം. ഇപ്പൊ തൽക്കാലം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊന്നും കാണില്ല. സ്വന്തം നെറ്റ്വർക്കിനകത്തുള്ള ആൾക്കാരെ മാത്രമായിരിക്കും കാണിക്കുന്നത്, സ്വന്തം ASനകത്ത് വരുന്ന ആൾക്കാരെ മാത്രമായിരിക്കും കാണിക്കുന്നത് അല്ലെ? 30 പറയുന്നത് എന്താണ്? R2-ന്റെ ലൂപ്പ് ബാക്ക് ആണ്. അത് നമ്മുടെ ASനകത്ത് വരുന്നതുകൊണ്ട് അതിന്റെ നേരെ എന്താ കാണിക്കുന്നത്? D കാണിക്കുന്നുണ്ട്. പക്ഷെ ഇവിടെ 40 ഇല്ല, 50 ഇല്ല, 60 ഇല്ല. ഇതെല്ലാം ഏത് ASനകത്ത് വരുന്നതാ? ഇവിടെ 200 പറയുന്ന ASനകത്ത് വരുന്നതാണ് അല്ലെ? അപ്പൊ തീർച്ചയായിട്ടും R2 പറയുന്ന റൗട്ടിനകത്ത് കയറിയിട്ട് റീഡിസ്ട്രിബ്യൂഷൻ പറഞ്ഞാൽ മാത്രമേ എന്ത് സംഭവിക്കുള്ളൂ? അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മളെ അലോ ചെയ്യുള്ളൂ. റൗട്ടർ EHRP 100-നകത്ത് കയറുന്നു. ആരെ കോൾ ചെയ്യുന്നു? റീഡിസ്ട്രിബ്യൂട്ട് EHRP 200. സോ സിമ്പിൾ. ദെൻ എക്സിറ്റ് ചെയ്യുന്നു. തിരിച്ച് റൗട്ടർ EHRP 200 റീഡിസ്ട്രിബ്യൂട്ട് EHRP 100. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 2 ഡൊമൈൻസിന് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ പറ്റും. ചെക്ക് ചെയ്ത് നോക്കാം. നേരത്തെ ഒന്നും ഉണ്ടായിരുന്നില്ല ടേബിളിനകത്ത്. ഇപ്പൊ നോക്കിക്കേ, DEX എന്ന് പറഞ്ഞിട്ട് എല്ലാ നെറ്റ്വർക്കും വന്നിട്ടുണ്ട്. 40, 50, 60 എല്ലാം. അവരുടെ നേരെ AD എത്ര കാണിക്കുന്നത്? 170. നമ്മുടെ സ്വന്തം ASനകത്താണെങ്കിലോ 90. വേറെ AS വരുന്നതിന്റെ നേരെ എല്ലാം 170. ഇവിടെ നമുക്ക് എല്ലായിടത്തേക്കും എന്ത് കിട്ടുകയും ചെയ്യും? ഡു ഇൻ 192.168.60.1 ലാസ്റ്റ് ലൂപ്പ് ബാക്കിലോട്ട് ട്രൈ ചെയ്യാണ്. ആക്സസ് ആയി. അപ്പൊ ഇങ്ങനെ മൾട്ടിപ്പിൾ ASL വന്നാലും വളരെ ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കമ്മ്യൂണിക്കേറ്റ് നമുക്ക് ചെയ്യിക്കാൻ വേണ്ടി സാധിക്കും. ഇനി ഇതിന്റെ ഓപ്പോസിറ്റ് EHRP അല്ലാതെ വേറെ ഏതെങ്കിലും പ്രോട്ടോകോൾ ആണെങ്കിൽ അവരെ തമ്മിൽ എങ്ങനെ കണക്ട് ചെയ്യാന്നുള്ളതാണ് നമ്മൾ അടുത്ത ദിവസത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. ഓക്കെ അല്ലേ? സാർ ഇപ്പൊ നമ്മൾ R2-ലല്ലേ നമ്മൾ ഇത് ചെയ്തത്? അതെ. ഇപ്പൊ ഒരു 4 റൗട്ടർ ഉണ്ടെങ്കിൽ അപ്പൊ എവിടെ വെച്ചാണോ നിങ്ങൾ ഡിവൈഡ് ചെയ്യുന്നത് അവിടെ ആ റൗട്ടിനകത്ത് കയറി പറയണം. ഓക്കെ, മനസ്സിലായി? ഐഡിയ കിട്ടിയോ?
4 റൗട്ടർ വരികയാണെങ്കിൽ നിങ്ങൾ എവിടെയെങ്കിലും വെച്ച് ഡിവൈഡ് ചെയ്യുമല്ലോ. ഏതെങ്കിലും റൗട്ടർ വെച്ചിട്ടായിരിക്കും ഡിവൈഡ് ചെയ്യുന്നത്. ആ റൗട്ടിന്റെ ഒരു സൈഡ് എന്തായിരിക്കും വേറെ പ്രോട്ടോകോൾ ആയിരിക്കും, മറുവശം വേറെ ആയിരിക്കാം. അതിനകത്ത് കയറിയിട്ടാണ് നമ്മൾ പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ട്. എല്ലാവരെയും കുറിച്ച് ഏത് റൗട്ടിനാണോ അറിയുന്നത് അയാൾക്ക് മാത്രം എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, കണക്ട് ചെയ്യാൻ സാധിക്കുള്ളൂ. എത്ര റൗട്ടേഴ്സ് ഉണ്ടെങ്കിലും ഈ പറഞ്ഞ പോലെ ആയിരിക്കും കാര്യം. ക്ലിയർ? ഓക്കെ നാളെ 9 മണിക്ക്. ഓക്കെ 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 ഓക്കെ, ഗുഡ് നൈറ്റ്.